അനന്തരം യഹൂദന്മാരെ പേടിച്ച് എപ്പോഴാ രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിലെ യോസെഫ്, രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യൻ. 39 വാക്യം, അവൻ്റെ ശരീരം എടുത്ത് ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദീമോസും. രഹസ്യ ശിഷ്യന്മാർ. നമ്മൾ കേൾക്കുന്ന ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്, ദ സീക്രട്ട് ഡിസൈപ്പിൾസ്. രഹസ്യ ശിഷ്യന്മാർ, രഹസ്യ ശിഷ്യന്മാർ. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? രഹസ്യ ശിഷ്യന്മാർ. ദൈവസഭയിൽ യേശു കർത്താവ് ആരാണ്, അല്ലെങ്കിൽ യേശു എന്താണ് എന്നന്വേഷിച്ചു വരുന്ന സീക്കേഴ്സ്, അനുഭവിപ്പാനും അന്വേഷിച്ച് കടന്നു വരുന്നതായ വ്യക്തികളുണ്ട്. പിന്നെ അതിൽ നിന്ന് വിശ്വാസികളുടെ വലിയൊരു സമൂഹമുണ്ട്. അതിൽ നിന്ന് ശിഷ്യന്മാരുടെ വലിയൊരു വൃന്ദമുണ്ട്. അതിൽ നിന്ന് ശുശ്രൂഷകന്മാരുണ്ട്. വളരെ സക്സസ്സായി നടുതലയായി വടുവൃക്ഷങ്ങൾ പോലെ ആത്മീയമായ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ശുശ്രൂഷകൾ, വളരെ ദൈവകൃപകൾ ശോഭിക്കുന്ന ദൈവദാസന്മാരുണ്ട്. വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാരും മധ്യത്തിൽ നിൽക്കുന്ന അതിപ്രധാനപ്പെട്ട വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നതായ ഒരു ഗണമാണ് ശിഷ്യന്മാർ. ശിഷ്യന്മാർ. സ്തോത്രം. ശിഷ്യത്വമില്ലാതെ ആർക്കും ദൈവിക ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയത്തില്ല. പുതിയ നിയമവേദ ഭാഗത്തിൽ മാത്രമല്ല, പഴയ നിയമവേദ ഭാഗത്തും ഡിവൈനായി ദൈവം നൽകിയിരിക്കുന്നതായ ട്രെയിനിങ്ങിലൂടെ ദൈവദത്തമായി ആരാണോ കടന്നുപോയത് അവർക്ക് മാത്രമാണ് ഷൈനിങ് സ്റ്റാർസായി ശോഭിക്കുന്നവരായി ദൈവകൃപയാൽ ദൈവം അവരെ എത്തിച്ചത്, ദൈവം അവരെ ശോഭിപ്പിച്ചത്. ദൈവദത്തമായി ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നതായ ഒരു ശിഷ്യത്വമുണ്ട്. മോശ ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രവാചകനായി പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി 10 കൽപ്പന മേടിച്ചു. സ്തോത്രം. എന്താ കാര്യം? 40 വർഷങ്ങൾ മരുഭൂമിയിൽ തനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 40 വർഷങ്ങളിൽ മോശയ്ക്ക് മരുഭൂമിയിൽ ഒരു ശിഷ്യത്വം ഉണ്ടായിരുന്നു. ഇടയൻ്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ട ദാവീദ് പരാജയം എന്തെന്നറിയാത്ത ഒരു ചക്രവർത്തി ആയിത്തീർന്നു. ദാവീദ് എവിടെയാണോ ചെന്നത് അവിടെ എല്ലായിടത്തും അവൻ സക്സസ്സായി, അവൻ ജയം പ്രാപിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. ചിലയിടത്ത് മാത്രമല്ല അവന് ജയം, അവൻ എവിടെയാണോ പോയത് എല്ലായിടത്തും ജയമുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രിയിലും പത്തനാപുരത്ത് നമുക്ക് ജയമുണ്ട്. തോൽക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. ആരുടെ മുമ്പിൽ നിങ്ങളെ തല ഉരിയത്തില്ല. ആർക്കും നിങ്ങളെ തോൽപ്പിപ്പാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോട് കൂടെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദാവീദിനും കാട്ടിൽ ഒരു പരിശീലനം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടവനും 13ഓളം ലേഖനങ്ങൾ എഴുതിയവനും 20-ലധികം സഭകളെ സ്ഥാപിച്ചവനുമായ പൗലോസ് പറയുന്നു, ഞാൻ വന്നത് അറേബ്യ മരുഭൂമിയിൽ നിന്നാണ്. അർത്ഥം, സ്തോത്രം, തനിക്കൊരു പരിശീലനമുണ്ടായിരുന്നു. ഈ മുൻനിരയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊയറിൽ നിൽക്കുന്നവർ തുടങ്ങിയുള്ളവരെ നോക്കി ഞാൻ പറയട്ടെ, മോസ്റ്റ് ഓഫ് യു, നിങ്ങളിൽ മിക്കവാറും പേര് ദൈവത്തിൻ്റെ പരിശീലനത്തിലായിരിക്കുകയാണ്. എത്രത്തോളമാണോ ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് അത്രത്തോളം ഉയരത്തിലായിരിക്കും ഈ തലമുറയിൽ ദൈവകൃപയാൽ നിങ്ങൾ തഴയ്ക്കുവാൻ വേണ്ടി പോകുന്നത്. ശിഷ്യത്വം എന്ന് പറയുന്നത് ആർക്കും ബൈപ്പാസ് ചെയ്യുവാൻ കഴിയത്തില്ല, ആർക്കും സ്തോത്രം മാറ്റുവാൻ ഗുണം കഴിയത്തില്ല. സ്തോത്രം. ദൈവപുത്രനായ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അർത്ഥം, 12 ശിഷ്യന്മാർക്ക് വേണ്ടി യേശു കർത്താവ് നോൺ സ്റ്റോപ്പായി 12 മണിക്കൂർ യേശു പ്രാർത്ഥിച്ചു. ആ റെക്കോർഡ് ആരെങ്കിലും തകർക്കുന്നെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. രാത്രി മുഴുവൻ യേശു കർത്താവ് പ്രാർത്ഥിച്ച് ഓരോ ശിഷ്യന്മാർക്ക് വേണ്ടി ഓരോ മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നർത്ഥം. സ്തോത്രം. പത്രോസിന് 1 മണിക്കൂർ, യാക്കോബിന് 1 മണിക്കൂർ, യോഹന്നാന് 1 മണിക്കൂർ, അന്ത്രയോസിന് വേണ്ടി 1 മണിക്കൂർ, യൂദയ്ക്കും കിട്ടി 1 മണിക്കൂർ. എന്തിനു വേണ്ടിയാണ് കർത്താവെ അവിടുന്ന് യൂദയെ തിരഞ്ഞെടുത്തത്? നമ്മളാണെങ്കിൽ ആ ടീമിൽ യൂദയെ തിരഞ്ഞെടുക്കത്തില്ല. നമ്മളാണെങ്കിൽ അവനെ സസ്പെൻഷൻ അല്ല, അവനെ ഡിസ്മിസ് തന്നെ ചെയ്ത് അവനെ മാറ്റി നിർത്തുമായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ പറവാൻ തക്കണം കഴിയും, ഈ യൂദയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയത്തുള്ളൂ.
യൂദയുണ്ടെങ്കിൽ മാത്രമേ എന്നെ കാണിച്ചു കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. യൂദയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിടിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. പിടിക്കപ്പെട്ടാലേ എനിക്ക് അടിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അടിക്കപ്പെട്ടാലേ ക്രൂശ് ചുമക്കാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞ് ക്രൂശിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉയർത്തപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് സകല നാമത്തിനും മേലായ നാമം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അർത്ഥം, നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിയായി തിന്മയായി നിൽക്കുന്ന യൂദ പോലെയുള്ള ഏതെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ ഈ രാത്രി മനസ്സിലാക്കത്, തിന്മ എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിക്കളയരുത്. നിന്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്നും നിന്റെ ജീവിതത്തിൽ തിന്മയല്ല, നന്മയ്ക്കായി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ജീവനുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയട്ടെ. 12 അപ്പോസ്തലന്മാരെ പരസ്യ ശിഷ്യന്മാരായി കർത്താവ് തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ 12 ശിഷ്യന്മാർ എപ്പോഴും സ്തോത്രം സക്സസ് ആയിരുന്നോ? നോ, ഒരിക്കലുമല്ല. ആ 12 പേർ പലപ്പോഴും പരാജയമായിരുന്നു. ഒരുപക്ഷെ കർത്താവ് ചുറ്റും നോക്കുമ്പോൾ 12 പ്രശ്നങ്ങളായിട്ടാണ് അവരെ കാണുവാൻ തക്കോണം കഴിയുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായം മറുരൂപ മലയിൽ നിന്ന് യേശു കർത്താവ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ 12 പരസ്യ ശിഷ്യന്മാർ അവർ തമ്മിൽ വാദിക്കുന്ന അവർ തർക്കിക്കുന്നവരാണ്. അവർ വാദിക്കുന്നവരാണ്, അവർ തർക്കിക്കുന്നവരാണ്. തങ്ങളിൽ ആരാണ് വലിയവർ എന്ന് അവർ ചിന്തിക്കുന്നവരാണ്. ഒരുവന് ഇടതും വേറൊരുവന് വലതും ഇരിക്കണമെന്ന് പറഞ്ഞ് വലിയ കസേരക്കളിയുടെ ആശാന്മാരാണ് ഇവർ. കൈ ഉയർത്തണ്ട, സ്തോത്രം പറഞ്ഞിരുന്നാൽ മതി. സ്തോത്രം. വലിയ അതേ പൊസിഷന് വേണ്ടിയുള്ള വടംവലിയുള്ളവരാണ് ആ 12 പേർ. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു നിഗളം, പ്രൈഡ്, സ്തോത്രം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ അതേ നിഗളമുള്ളവരായി, തർക്കിക്കുന്നവരായി, വാദിക്കുന്നവരായി, സ്തോത്രം, യേശു കർത്താവ് പറയുന്നത് പലതും മനസ്സിലാകാതെ ഇഗ്നറന്റ്, സ്തോത്രം, ഇഗ്നറൻസിൽ ജീവിക്കുന്നവരായി, അറിവില്ലായ്മയിൽ ജീവിക്കുന്നവരായി, അവിശ്വസിക്കുന്നവരായി പലപ്പോഴും പരാജയപ്പെട്ടത് പരസ്യ ശിഷ്യന്മാരാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിങ്ങളെയും എന്നെയും ദൈവം വിളിച്ചത് പരസ്യ കോലം ആകുവാൻ അല്ല. സ്തോത്രം. പരസ്യ കോലം ആകുവാനല്ല, പകരം ഒരു പരസ്യ ജയത്തിന് വേണ്ടി പത്തനാപുരത്ത് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിഷയമാകട്ടെ, നിങ്ങളുടെ തലമുറയാകട്ടെ, പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഭയപ്പെടുന്ന തിന്മ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ ശുശ്രൂഷ വേദികളിലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഒരു പരസ്യ ജയത്തിനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഒരു പരസ്യ ജയം നിന്നിൽ വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ, യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുറക്കുകയോ സോഷ്യൽ മീഡിയയിൽ ചെത്തുകയോ കുറച്ച് മനുഷ്യന്റെ മുൻപിൽ ആള് കളിക്കുകയോ കുറച്ച് പണം സമ്പാദിക്കുകയോ ചെയ്യുന്നതല്ല നിന്റെ പരസ്യ ജയം. ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ക്രൂസൈഡിൽ ആൾക്കാരെ കൂട്ടുന്നതോ, ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുന്നതോ, കെട്ടിടം പണിയുന്നതോ, സംഘടനയിൽ വലിയ സാറാകുന്നതോ, സ്തോത്രം, വലിയ പിടിപാടുള്ളാകുന്നതോ, ദുബായ് വഴി അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പറക്കുന്നതോ അല്ല ലൈഫിന്റെ സക്സസ്. സ്തോത്രം. നിന്റെ ചർച്ചിന്റെ നീളവും വീതിയുമല്ല സക്സസ്, നിന്റെ പ്രസിദ്ധി അല്ല നിന്റെ സക്സസ്. ഈ പുസ്തകത്തോളം എത്രത്തോളം നിനക്ക് ക്വാളിറ്റിയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞു, അതാണ് നിന്റെ സക്സസ്. ആരെങ്കിലും സ്തോത്രം പറഞ്ഞാട്ടെ. വേദപുസ്തകത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് എനിക്കെത്ര എത്തുവാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് എത്ര എത്തുവാൻ കഴിഞ്ഞു, അതാണ് സക്സസ്. നമ്മൾ ചവിട്ടിയ പ്ലാറ്റ്ഫോം അല്ല നമ്മൾ സക്സസ്, നമ്മൾ പാടുന്ന പാട്ടല്ല, നമ്മുടെ പ്രവചനമല്ല, എത്ര പ്രസംഗം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നു എന്നല്ല, എത്ര വചനം നമുക്ക് കാണാതെ അറിയാം എന്നല്ല, എത്ര പേരെ സ്നാനപ്പെടുത്തി എന്നല്ല, എത്ര രാജ്യങ്ങളിൽ നമ്മൾ പോയതെന്നല്ല. ഇന്ന് രാത്രി ദൈവകൃപയാൽ കൃത്യമായി ഞാൻ പറയട്ടെ, പരസ്യത്തിൽ കാണുന്നതല്ല നമ്മുടെ സക്സസ്, രഹസ്യങ്ങളെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അഗ്നിജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ കർത്താവിന്റെ മുൻപിൽ, മനുഷ്യന്റെ മുൻപിൽ എനിക്കും നിനക്കും മറക്കാം, എന്നാൽ അഗ്നിജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തിന്റെ മുൻപിൽ ആ രഹസ്യത്തിലാണ് നിന്റെ സക്സസ്. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു പോയി. കമാൺ, ഹല്ലേലൂയ. രഹസ്യത്തിലാണ് നിന്റെ സക്സസ്. വെള്ളപ്പൊക്കം കേരളത്തിൽ 2018 വന്നപ്പോൾ ഒത്തിരി മരങ്ങൾ ഒഴുകിപ്പോയെന്ന് ആരാണ്ട് പറഞ്ഞു, പേപ്പറിൽ കണ്ടു, ടിവിക്കാരും കാണിച്ചു തന്നു. പക്ഷേ സ്തോത്രം, ചിലതെല്ലാം അതേ ആ വെള്ളം വന്നിട്ട് അവിടെ തന്നെ ഉണ്ട്. അല്പം ഒന്ന് ഒലഞ്ഞു കാണാം, പക്ഷെ പുള്ളി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കാര്യം എന്താ? അവൻ്റെ സക്സസ് വെളിയിലല്ല, അവൻ്റെ സക്സസ് ആ വേരിൽ മണ്ണിന് കീഴിലാണ്. കമാൺ, അവന്റെ സക്സസ് വെളിയിലല്ല, അവന്റെ സക്സസ് സ്തോത്രം അതേ മണ്ണിന് കീഴിലാണ്. നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത് ഞായറാഴ്ച വരുന്നതും കൺവെൻഷന് കൈയടിക്കുന്നതും പാട്ടിന്റെ താളത്തിന് തുള്ളുന്നതുമല്ല. കാണുന്ന മണ്ഡലത്തിലല്ല നിന്റെ സക്സസ്, കാണാത്ത മണ്ഡലത്തിൽ രഹസ്യത്തിലാണ് നിന്റെ സക്സസ്.
മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആമേൻ പറയട്ടെ. ഇവിടെ ഇതാ വേദപുസ്തകം പറയുന്നു, പരസ്യ ശിഷ്യന്മാർ ചിതറിപ്പോയ ഒരു സീസൺ കടന്നു വന്നു. പരസ്യ ശിഷ്യന്മാർ ഓടിപ്പോയ ഒരു കാലം കടന്നു വന്നു. ക്രൈസിസ് ആണ് വെളിപ്പെടുത്തുന്നത്. വെദർ യു ആർ വീക്ക് ഓർ സ്ട്രോങ്, നിന്റെ ലൈഫിന്റെ ക്രൈസിസ് ആണ്, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയാണ്, നിന്റെ ജീവിതത്തിന്റെ തീയും വെള്ളവുമാണ് വെളിപ്പെടുത്തുന്നത് നീ ക്രിസ്തുവിൽ എത്ര ഉറപ്പുള്ള വിശ്വാസി എന്ന്. കീബോർഡിന്റെ സ്തോത്രം ചപ്പാങ്കുത്തല്ല നിന്റെ ആത്മീയ സ്ട്രെങ്ത് വെളിപ്പെടുന്നത്. ഡ്രമ്മിസ്റ്റിന്റെ റിതം പാഡിന്റെ താളമല്ല നിന്നെ വെളിപ്പെടുത്തുന്നത്. നിന്റെ ലൈഫിൽ യോർദാൻ പൊങ്ങുമ്പോൾ, ഒരിക്കൽ കൂടെ, നിന്റെ ലൈഫിൽ യോർദാൻ പൊങ്ങുമ്പോൾ രണ്ടിലൊന്ന് നടക്കും. ഒന്നുകിൽ നീ പെട്ടിയിലാകും, ഇല്ലെങ്കിൽ നീ ചുമക്കുന്ന പെട്ടകം യോർദാനെ മുറിച്ച് നീ വാഗ്ദത്തത്തിൽ പ്രവേശിക്കും. രണ്ടിലൊന്ന് നടക്കും. വ്യക്തിയായി, കുടുംബമായി, ശുശ്രൂഷയായി നിനക്ക് ക്രൈസിസ് കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിന് നേരെ യോർദാൻ പോകുമ്പോൾ, ഒന്നുകിൽ നീ തീരും, ഇല്ലെങ്കിൽ അടുത്തൊരു മണ്ഡലത്തിൽ നീ പടരും. സ്തോത്രം. അതെ, പുറമേ കാണുന്നതാ. സ്തോത്രം. അതെ, പുറമേ കാണുന്ന പരിപാടിയല്ല നിന്റെ സക്സസ്, നിന്റെ രഹസ്യത്തിൽ അത്രേ. യേശു കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ അപ്പം തിന്നവനും അത്ഭുതം കണ്ടവനും ഹോസന്ന പാടിയവനും കൂടെ നടന്നവനും എല്ലാവരും ചിതറിപ്പോയി. ഒരിക്കൽ കൂടെ പറയാം, ആരും സ്തോത്രം പറഞ്ഞില്ല. ഈ പഞ്ചായത്ത് സ്തോത്രം പറയണമെങ്കിൽ ടാക്സ് കൊടുക്കണോ? അല്ല, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചാൽ, ഞാൻ ഈ നോർത്ത് ഇന്ത്യ പ്രീച്ചറാണ്. ഈ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും പറഞ്ഞത് പറയണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ. ഇവിടെ പറയുന്ന പല പ്രസംഗങ്ങളും 4 കീറിയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ഒരു രസം തോന്നത്തില്ല. നിങ്ങൾക്കിതായിരിക്കും കുറേ പരിചയം, പക്ഷേ എനിക്കിത് എനിക്ക് കുറച്ചുകൂടെയൊക്കെ എരിവും പുളിയും ഒക്കെ ആയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് സ്തോത്രം പറയുന്നെങ്കിൽ നിങ്ങളുടെ അധരം തുറക്കുന്നെങ്കിൽ സ്വർഗം തുറക്കും എന്ന് ഞാനല്ല പറഞ്ഞത്, പുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ അധരം തുറക്കുന്നെങ്കിൽ സ്തോത്രം, സ്വർഗം തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാൽ. യെസ്, വേദപുസ്തകം പറയുന്നു സഹോദരങ്ങളെ, ക്രൈസിസ് ടൈമിൽ പരസ്യ ശിഷ്യന്മാർ സ്തോത്രം ചിതറിയപ്പോൾ, ആ പ്രശ്നത്തിന്റെ സമയത്ത് അതുവരെ പ്രതീക്ഷിക്കാത്ത രഹസ്യ ശിഷ്യന്മാർ അവർ ഇതാ സ്റ്റെപ്പിൻ ചെയ്തു. ഇന്ന് രാത്രി ആരോ പറയുന്നു, വലിയ അത്യാവശ്യത്തിൻ്റെ സീസണിലൂടെ ഞാൻ പോകുകയാണ്, വലിയ അത്യാവശ്യത്തിൻ്റെ സമയത്ത് ഞാൻ പോകുകയാണ്. നീ പ്രതീക്ഷിക്കുന്ന വാതിലുകൾ അടഞ്ഞു എങ്കിൽ, നീ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ കൈ കഴുകിയെങ്കിൽ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തികളും കുടുംബങ്ങളും നിനക്ക് വേണ്ടി കൈത്താങ്ങലുമായി കടന്നു വരുവാൻ പോകുകയാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിങ്ങളെ സ്തോത്രം, അതേ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ കരുതൽ നിന്നിലേക്ക്, നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. പരസ്യ ശിഷ്യന്മാർ ചിതറിമാറിയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ ഇതാ രഹസ്യ ശിഷ്യന്മാർ കടന്നു വരികയാണ്. ഗെറ്റ് റെഡി. ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ വ്യക്തിത്വങ്ങൾ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ, ഞാൻ പറയുന്ന പൈസയല്ല നന്മയെന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി നീ അനുഭവിച്ചിട്ടില്ലാത്ത ഏതോ ദൈവികമായ മുഖാന്തരങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ എത്തിച്ചേരുവാൻ തക്കണം തമ്പുരാൻ ദൈവകൃപയാൽ നിനക്കായി ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. രഹസ്യ ശിഷ്യന്മാർ 2 പേർ. ഒന്ന് സ്തോത്രം അരിമത്തിയിലെ യോസഫ്, രണ്ടാമത് നിക്കോദിമോസിലേക്ക് സ്തോത്രം ഇന്ന് രാത്രി ആദ്യമായി നമുക്കൊന്ന് നോക്കാം. നിക്കോദിമോസിനെ യോഹന്നാൻ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം, 7-ാം അധ്യായം, 19-ാം അധ്യായം എന്ന് 3 അധ്യായങ്ങളിലാണ് നിക്കോദിമോസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. മാർവോട് ചേരുന്നത് യോഹന്നാൻ സ്തോത്രം, അതെ, യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുന്നതായ സമയത്ത് അതിൻ്റെ ആരംഭത്തിൽ, സ്തോത്രം സുവിശേഷത്തിന്റെ മധ്യത്തിൽ, അതിന്റെ അവസാനത്ത് 3-ാം അധ്യായം, 7-ാം അധ്യായം, 19-ാം അധ്യായം എന്നീ 3 അധ്യായങ്ങളിലാണ് നിക്കോദിമോസിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. പുസ്തകം പറയുന്നു, നിക്കോദിമോസ് ഒരു സാധാരണ മനുഷ്യൻ അല്ല. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3:1 വായിക്കുമ്പോൾ നിക്കോദിമോസ് ഒന്നാമതായി അവൻ പരീശനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യെരൂശലേം പ്രാന്തപ്രദേശങ്ങളിൽ കർത്താവിന്റെ കാലത്ത് ഏറ്റവും കുറഞ്ഞത് 5000 മുതൽ 6000 വരെയുള്ള പരീശന്മാർ പാർത്തിരുന്നു എന്നാണ് ജോസിഫസ് പറയുന്നത്. ചരിത്രം പറയുന്നത് 5000-ന് മുകളിൽ 6000 വരെയുള്ള പരീശന്മാർ യേശു കർത്താവിന്റെ കാലത്ത് യെരൂശലേമിനകത്തും പുറത്തും ആ പ്രദേശങ്ങളിൽ പാർത്തിരുന്നു. അവിടെ വേഷം കണ്ടാൽ തന്നെ അറിയാം അവൻ പരീശൻ ആണ്. പക്ഷേ ഇവന് തിയറി മാത്രമേ ഉള്ളൂ, ഇവന് പ്രാക്ടിക്കൽ ഇല്ല. അർത്ഥം, അവന് വചനം വളരെ നന്നായിട്ട് അറിയാം. ഒരു വചനം വള്ളി പുള്ളി തെറ്റിയാൽ അവൻ തൂക്കും. സ്തോത്രം. അവൻ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തിനെന്നറിയാമോ?
വാക്കിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ഈ പുള്ളി ഇന്ന് രാത്രി എത്ര തെറ്റ് പറയുന്നു എന്ന് പറവാൻ വേണ്ടി വാക്കിൽ കൊടുക്കാൻ കേട്ടിരിക്കുന്നവന്റെ പേര് പാസ്റ്റർ അല്ല, വിശ്വാസിയല്ല, പരീശൻ എന്നാണ്. സ്തോത്രം. പരീശന് വചനം വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അവന്റെ 7 അയലത്തൂടെ അവന്റെ പഞ്ചായത്തിൽ ശക്തി പോയിട്ടില്ല. അവൻ വാ തുറന്ന് പറഞ്ഞാൽ മൂക്കത്തിരിക്കുന്ന ഈച്ച പോലും പറക്കത്തില്ല. അവന് വചനം വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, അവൻ തെരുവിലൂടെ നടന്നാൽ വന്ദനം സ്തോത്രം കിട്ടിയില്ലെങ്കിൽ പുള്ളി അപ്സെറ്റ് ആകും. ഏത് സ്ഥലത്ത് പോയാലും പ്രധാന സ്ഥലം അവന് കൊടുത്തില്ലെങ്കിൽ അവന്റെ BP കൂടും. അതാണ് സ്തോത്രം പരീശൻ. ഒരു സ്പിരിച്വൽ ഐക്കോണായി ഇരിക്കുന്നവന്റെ പേരാണ് അതെ പരീശൻ. പിന്നെ പുള്ളി ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ, പതാരം കൊടുക്കുന്ന കാര്യത്തിൽ ജീരകത്തിന് വരെ പുള്ളി ദശാംശം കൊടുക്കും. സ്തോത്രം. അങ്ങനെയുള്ളതായ ഒരു പരീശനാകുന്നതായ ഒരു വ്യക്തിയായിരുന്നു, ഒരു പരീശനായിരുന്നു നിക്കോദിമോസ്. മാത്രമല്ല ഹി വാസ് ദ റൂളർ ഓഫ് ജ്യൂസ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവെന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ ഒരു റൂളറായിരുന്നു. സെൻഹദരീൻ സംഘത്തിന്റെ അംഗമായിരുന്നു ഈ പരീശനാകുന്ന നിക്കോദിമോസ്. സ്തോത്രം. ഇസ്രായേൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിന്റെ പാർലമെന്റ് ആയിരുന്നു ഈ സ്തോത്രം സെൻഹദരീൻ സംഘം. 71 പേരാണ് അവർ അടങ്ങിയിരുന്നത്. അതിന്റെ ചെയർപേഴ്സൺ ആണ് സ്തോത്രം കയ്യഫാവ് എന്ന മഹാപുരോഹിതൻ. സെൻഹദരീൻ സംഘത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് സ്തോത്രം മഹാപുരോഹിതൻ തന്നെയാണ്. കർത്താവിന്റെ കാലത്ത് കയ്യഫാവായിരുന്നു സ്തോത്രം അതിന്റെ ചെയർപേഴ്സൺ. 70 പേർ വേറെയുണ്ട്, കയ്യഫാവിനെയും കൂട്ടി 71 പേരുണ്ട്. ആ 70 പേരിൽ ഒരാളായിരുന്നു നിക്കോദിമോസ്. ചെറിയ പുള്ളിയല്ല, യേശുവിനെ കാണുവാൻ വന്നിരിക്കുന്നത്. അവൻ പരീശനാണ്. അവൻ സ്തോത്രം ഇസ്രായേലിന്റെ റൂളറാണ്. അവൻ ഭരിക്കുന്നതായ ഒരു സ്തോത്രം കീ പേഴ്സൺ ആണ്. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, ആ 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ തന്നെ ഉപദേഷ്ടാവാണ് സ്തോത്രം ഈ നിക്കോദിമോസ് എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ഒരു പ്രധാന കൺവെൻഷൻ കടന്നു വന്നാൽ, പ്രധാന കോൺഫറൻസ് വന്നാൽ, പ്രീച്ചേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും ബെസ്റ്റായി ആരംഭ സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം ആരംഭമായി പറയുന്ന പേരുകളിൽ ഒന്നാണ് നിക്കോദിമോസ്. അവൻ അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഒറേറ്റർ ആണ് ആ രാജ്യത്തിന്. അവന് ഏതോ കുടുംബത്തിന്റെ ഒരു വക്താവല്ല, ഏതോ ഒരു പ്രദേശത്തിന്റെ വക്താവല്ല, അവൻ രാജ്യത്തിന്റെ തന്നെ ദ ടീച്ചർ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ശബ്ദമായി ഇസ്രായേലിന് വേണ്ടി ദൈവവചനം പറയുന്ന വ്യക്തിയായിരുന്നു സ്തോത്രം ഈ നിക്കോദിമോസ്. ചരിത്രം പറയുന്നു, ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പൗലൂസ് പഠിച്ചു വന്നതുപോലെ ഗമാലിയലിന്റെ വീട്ടിൽ ദീർഘവർഷങ്ങൾ പഠിച്ചു വളർന്നവനായിരുന്നു നിക്കോദിമോസ്. ഇന്ന് കേംബ്രിഡ്ജിൽ നിന്ന് വന്നു, ഓക്സ്ഫോർഡിൽ നിന്ന് വന്നു, സ്റ്റാൻഫോർഡിൽ നിന്ന് വന്നു എന്ന് മുന്തിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുത്തു എന്ന് പറയുന്നത് പോലെ അന്നത്തെ ഏറ്റവും വലിയ പേരായിരുന്നു ഗമാലിയലിന്റെ കീഴിൽ അഭ്യസിച്ചു എന്ന് പറയുന്നത്. സ്വവിദ്യാഭ്യാസത്തിലാകട്ടെ ഇവൻ ഉന്നതനാണ്, ഭരണത്തിലാകട്ടെ ഇവൻ ഉന്നതനാണ്, ആത്മീയതയിലാകട്ടെ ഇവൻ ഉന്നതനാണ്. യഹൂദ തൽമൂദുകൾ പറയുന്നു, ഈ മനുഷ്യൻ സ്തോത്രം കനാൻ ദേശത്തെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായിരുന്നു. ഒന്നിനും കുറവില്ലാത്തവൻ, ആത്മീയനാണ്, അവൻ ധനവാനാണ്, അവന് പൊസിഷൻ ഉണ്ട്, അവന് പേരുണ്ട്, അവന് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളെ പോലെയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? സ്തോത്രം. അവൻ ആത്മീയനയിൽ ഉന്നതനാണ്, അവൻ പരീശനാണ്, അവൻ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്, അവൻ വലിയ ധനികനാണ്, ഗമാലിയലിന്റെ പാദത്തിൽ നിന്ന് പഠിച്ച വലിയ വിദ്യാസമ്പന്നത ഉള്ളവനാണ്. ഒരു കുറവും സ്തോത്രം നിക്കോദിമോസിനുണ്ടായിരുന്നില്ല. അങ്ങ് ഹിമാലയത്തിന്റെ ഉയരത്തിൽ അല്ലെങ്കിൽ എവറസ്റ്റിന്റെ ഉയരത്തിൽ ഇരുന്നവൻ ഇറങ്ങി വന്നതുപോലെ ഇതാ ഉന്നതനായ ഒരുവൻ ഇറങ്ങി യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. കാരണം എന്തെന്നറിയണ്ടേ? യേശു കർത്താവ് ഇന്ന് രാത്രിയിലും ആരെയും സ്വാധീനിക്കും. ഇന്ന് രാത്രി ഏത് ഉന്നതന്മാരെയും സ്വാധീനിപ്പാൻ ഈ കർത്താവ് അത്യുന്നതനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതെ, യേശു ആരാലും സ്വാധീനിക്കപ്പെടുന്നില്ലായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി യേശുവിന് ആരെയും സ്വാധീനിപ്പാൻ തക്കവണ്ണം കഴിയും. എന്താ നിക്കോദിമോസേ, യേശു കർത്താവിന്റെ അടുക്കലേക്ക് നീ കടന്നു വരുന്നത് യെരൂശലേമിന്റെ അല്ല, യഹൂദന്മാരുടെ തന്നെ ആത്മീയ ഈറ്റില്ലമായ ആ ദേവാലയത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് സ്തോത്രം നല്ല വിദ്യാഭ്യാസമുള്ളവൻ, പരീശൻ, വചനമറിയാമെന്നുള്ളവൻ, സ്തോത്രം ഏറ്റവും നല്ല ഒറേറ്റർ, പ്രാസംഗികനാകുന്ന നീ ധനികൻ
മകനാകുന്ന നീ യേശുവിന്റെ അടുക്കലേക്ക് വന്നതിന്റെ കാര്യം എന്താണ്? അതെ, 2-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവായ യേശു, സ്തോത്രം, ഗലീലക്കാരനായ റബി, അവൻ വന്ന് യെരുശലേമിൽ 4 യോഗത്തിന് വേണ്ടി പ്രസംഗിച്ചു. കർത്താവ് യെരുശലേമിൽ വന്ന് യോഗത്തിന് വേണ്ടി പ്രസംഗിച്ചപ്പോൾ അവരുടെ മതത്തിന്റെ അടിസ്ഥാനം തകർക്കപ്പെട്ടു. കാരണം ഒരു വശത്തവൻ വചനത്തിന്റെ ശക്തിയും മറുവശത്തവൻ ആത്മാവിന്റെ ശക്തിയുമായി ശുശ്രൂഷിക്കുകയാണ്. അവനിലൂടെ അത്ഭുത അടയാളങ്ങൾ നടക്കുകയാണ്. അവന്റെ മുൻപിൽ ഭൂതങ്ങൾ അലറുകയാണ്. അവന്റെ മുൻപിൽ രോഗികൾ സൗഖ്യമാകുകയാണ്. സ്തോത്രം പറഞ്ഞിരുന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ 5 പോയിന്റ് തള്ളി, 7 പോയിന്റ് തള്ളി, 9 പോയിന്റ് തള്ളുന്നതല്ല ശുശ്രൂഷ. ഒരു വശത്ത് വചനത്തിന്റെ ശക്തിയുണ്ട്, മറുവശത്ത് ആത്മാവിന്റെ ശക്തിയുണ്ട്. കേട്ടിരിക്കുന്നവർ ശബ്ദമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി പുതിയ നിയമസഭ ഹല്ലേലൂയ ശുശ്രൂഷയുടെ മുഖാന്തരങ്ങൾക്കായി വാതിലുകളെ തുറന്നിടട്ടെ. ഒരു വശത്ത് വചനത്തിന്റെ ശക്തിയുണ്ട്, മറുവശത്ത് ആത്മാവിന്റെ ശക്തിയുണ്ട്. 80കളുടെ അവസാനമായിരിക്കണം, അല്ലെങ്കിൽ 90കളുടെ ആരംഭമായിരിക്കണം. റോജർ ഹോസ്മ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പുത്തിരിക്കണ്ടത്ത് വന്ന് ശുശ്രൂഷിക്കേണ്ട ഒരു യോഗം ഉണ്ടായിരുന്നു. റോജർ ഹോസ്മയ്ക്ക് വരാൻ പറ്റിയില്ല, ബോംബെയിൽ തടയപ്പെട്ടു. പാസ്റ്റർ പി ഡി ജോൺസൺ ആയിരുന്നു ശുശ്രൂഷിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിന്? ഞാനുണ്ടായിരുന്നു. ഞാൻ അന്ന് വിദ്യാർത്ഥിയാണ്. ആ മീറ്റിങ്ങിന് ഉണ്ടായിരുന്നു. പി ഡി ജോൺസൺ സാറ്, പാസ്റ്റർ പി ഡി ജോൺസൺ പ്രസംഗിച്ച പ്രസംഗം അറിയോ? നിങ്ങൾക്ക് പ്രസംഗം അറിയോ? അന്ന് പ്രസംഗിച്ച പ്രസംഗം അറിയോ? അന്ന് പ്രസംഗിച്ച ഈ കുഞ്ഞാമയും കുശുമ്പും കുതികാൽ വെട്ടുമൊക്കെ വളരെ കുറച്ചുണ്ടെങ്കിൽ നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ എക്സ്ട്രാ പൈസ ഒന്നും തരണ്ട, ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് സ്തോത്രം, അതെ, അതുകൊണ്ട് താഴ്മയോടെ പറയട്ടെ. അന്ന് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച വിഷയം ഇതാണ്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. എന്നിട്ട് അദ്ദേഹം ആ തിരുവനന്തപുരത്ത് 30,000 പേർ പുത്തിരി കണ്ടെത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞു, അപ്പുറത്തെ മന്ത്രിസഭ പോകും, പക്ഷെ മേലത്തെ രാജാവ് വരും. അമേസിംഗ് മീറ്റിംഗ്. സ്തോത്രം. എന്തൊരു വചനത്തിന്റെ ചലനം എന്നറിയോ? എന്തൊരു ചലനം! ഈ അമ്പാറ്റകൾ പോലെ 10,000-കണക്കിന് ജനം ആത്മാവിൽ ആരാധിക്കുന്ന ഈ ഉള്ളവൻ ഞാൻ കണ്ടതാ. എനിക്കൊന്ന് ഏർലി 20s ഒക്കെ ആയിരിക്കും. സ്തോത്രം. നോക്കണമേ. അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഭാഗത്തിരിക്കുന്ന ക്യാൻസർ രോഗികൾ സൗഖ്യമാകിയ എൻ്റെ കർത്താവെ, അറിയത്തില്ല 10-15 പേർ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു കർത്താവ്, ഞങ്ങളെ സൗഖ്യമാക്കി. സ്തോത്രം. ഒരു വശത്ത് വചനത്തിന്റെ ശക്തി, മറുവശത്ത് ആത്മാവിന്റെ ശക്തി. ഏറ്റെടുക്കണം. പത്തനാപുരം സെക്ഷൻ അത് കഴിയും. ഏറ്റെടുക്കണം. യെസ്, എനിക്കത് വേണം. ഈ തലമുറയിൽ എന്നിലൂടെ അത് വെളിപ്പെടണം. എൻ്റെ ചർച്ചിൽ അത് വെളിപ്പെടണം. ഒരു വശത്ത് വചനത്തിന്റെ ശക്തി, മറുവശത്ത് നിയോഗങ്ങൾ. ഒരു പക്ഷേ ഇന്ന് രാത്രി ഈ പ്രസംഗം പറഞ്ഞ് തീർക്കാൻ കഴിയത്തില്ല. നോ പ്രോബ്ലം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നിയോഗങ്ങൾ. അസ്ഥി താഴ്വര പോലെ ഇവിടെ ഒരു ചലനവുമില്ല, ഇവിടെ ഒരു വിടുതലില്ല, ഇവിടെ ഒരു സ്നാനമില്ല, ഇവിടെ ഒരു മനസാന്തരമില്ല, ഇവിടെ ഒരു ആത്മീയ പുരോഗതി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദേശങ്ങളിൽ നിന്റെ അഭിഷേകം ആ ദേശത്തിന്റെ മുഖത്തെ തകർക്കാൻ പോകുകയാണ്.
യെരൂശലേം പട്ടണത്തിൽ കർത്താവ് കടന്നു വന്ന് വചനം ശക്തമായി പറയുന്നു. ഭൂതങ്ങൾ അലറുന്നു, മുടന്തന്മാർ നടക്കുന്നു. അടയാളങ്ങൾ എന്നാണ് യോഹന്നാൻ പറയുന്നത്. മറ്റു സുവിശേഷകൻ പറയാത്ത ഒരു പദം. അടയാളങ്ങൾ നടക്കുമ്പോൾ ആയിരങ്ങൾ വന്ന് യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. സംഭവിക്കാൻ പോവാ. നീ രാത്രി ശബ്ദം ഉയർത്തി ഈ സെക്ഷൻ വിളിച്ചു പറയട്ടെ. തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ ആത്മാക്കളെ വിട്ടുതരിക. ആത്മാക്കളെ വിട്ടുതരിക, ആത്മാക്കളെ വിട്ടുതരിക. കൂട്ട വിടുതലുകൾ സംഭവിക്കട്ടെ, കൂട്ട മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, കൂട്ട സ്നാനങ്ങൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ. ആ പട്ടണത്തിൽ പകർച്ച വെളിപ്പെട്ടു, വലിയ ചലനം വെളിപ്പെട്ടു. സാമാന്യ ജനത മാത്രമല്ല, മുകളിലിരുന്ന നിക്കോദീമോസ് വരെ യേശുവിൻ്റെ അടുക്കൽ വന്നു. എഴുതിയിട്ടോ, പ്രതീക്ഷിക്കാത്തവർ നിന്നോട് ചേർന്ന് ആരാധിക്കാൻ പോവാ. പ്രമാണിമാർ നിന്റെ ദേശത്ത് ഉറക്കമുണരാൻ പോവാ ദേവദാസിനെ. ആമേൻ. നിക്കോദീമോസ് പകലല്ല വന്നത്. അവൻ പരീശനാണ്, ഭയങ്കര പദവിയുണ്ട്, ഉന്നതനാണ്, ധനവാനാണ്, വലിയ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് അവൻ ചന്ദ്രന്റെ വെളിച്ചത്തിൽ രാത്രിയിലാണ് വന്നത്. ചന്ദ്രന്റെ വെളിച്ചത്തിൽ രാത്രിയിൽ, ആരും അറിയണ്ട. സ്തോത്രം. അവസാനം വന്ന് ഏറ്റവും പിന്നിൽ, യൂട്യൂബിൽ ഇവനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നിലിരുന്ന് ആരും അറിയണ്ട. അവസാനം വന്ന് ആദ്യം പോകാം എന്ന് വിചാരിച്ച് ആരൊക്കെയോ ഇന്ന് രാത്രി വന്നതുപോലെ. സ്തോത്രം. അതെ, നിക്കോദീമോസ് അവൻ രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായത് താൻ വന്നത് ചന്ദ്രന്റെ വെളിച്ചത്തിലാണെങ്കിലും ഇവിടെ ഇരിക്കുന്നത് നീതി സൂര്യനാണ്. ഓ ലോർഡ്, അസ്തമയം ഇല്ലാത്ത നീതി സൂര്യൻ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി ഓടിച്ചു വരുന്നപ്പോ എന്നോട് കർത്താവ് ഇടപെട്ട ഒരു കാര്യമാണ്. എൻ്റെ ജനത്തോട് പോയി പറ, ഇവർക്ക് അസ്തമയം ഇല്ല. ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ മറയ്ക്കുവാൻ ഒരുത്തനും ഒന്നിനും കഴിയത്തില്ലെന്ന്. നിന്നെ മങ്ങലേറ്റവനായി ആരും ഈ നാളുകളിൽ, ഈ തലമുറയിൽ കാണുകയില്ലെന്ന്. നീ അന്ത്യത്തോളം ജ്വലിക്കുവാൻ പോകുന്നുവെന്ന്. ആമേൻ. എൻ്റെ പേര് നിക്കോദീമോസ്. ഞാൻ സൻഹദ്രീൻ സംഘത്തിൽപ്പെട്ടവനാ. ഞാൻ പരീശനാ. ഞാൻ ഇസ്രായേലിന് വേണ്ടി ദൈവവചനം പറയുന്നവനാ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് യേശുവിനോട് ഇവനങ്ങ് സംസാരിച്ചു തുടങ്ങിയെന്ന് ഞാൻ എൻ്റെ തിരുവനന്തപുരത്തിൽ അങ്ങ് വിശ്വസിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, യവൻ ദേവാലയത്തിൽ നിന്ന് വന്നതുകൊണ്ട് കർത്താവ് യവൻ പരീശനും ഭയങ്കര വാക്യം അവനറിയാം. എനിക്ക് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ അവന് കാണാപാടുക. ഇവൻ്റെ തോറ മുഴുവൻ 12 വയസ്സാകുമ്പോൾ ഈ യഹൂദന്മാർക്ക് സ്തോത്രം കാണാതെ പഠിക്കണം. 12 വയസ്സ് വരെ ആകുമ്പോൾ 5 പുസ്തകവും, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 12 വയസ്സാകുമ്പോൾ യഹൂദന്മാർ കോംപ്ലാൻ ബോയ്, കോംപ്ലാൻ ഗേൾ ആയിട്ടല്ല വളരുന്നത്. വേർഡ് ഓഫ് ഗോഡ്. അതാണ് യഹൂദന്റെ സിസ്റ്റം. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ യഹൂദന്മാരായിരിക്കുന്നത്. അവരെ മാതാപിതാക്കൾ വീട്ടിലിരുന്ന് കുഞ്ഞാമയും കുശുമ്പും പറയുന്നതല്ല പിള്ളേര് കേട്ട് വളരുന്നത്. സഭാരാഷ്ട്രീയം വീട്ടിലിരുന്ന് പറയുന്നത് കേട്ടല്ല പിള്ളേർ വളരുന്നത്. പാസ്റ്ററേയും പ്രാസംഗിന്റെ കുറ്റം പറയുന്നത് കേട്ടല്ല യഹൂദൻ വളരുന്നത്. ദൈവവചനം പറയുന്നത് കേട്ടാണ് തലമുറ വളരുന്നത്. നമ്മുടെ പിള്ളേർ പിന്മാറ്റത്ത് പോയതിൻ്റെ രഹസ്യം അതാണ്. സ്തോത്രം. അതുകൊണ്ട് കുറ്റം പറയുന്ന ക്ലബിനെ ഇന്ന് രാത്രി പിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് യവൻ ദേവാലയത്തിൽ വരുന്നത് കൊണ്ട് കർത്താവ് ഏതോ PhD ക്ലാസ് പോലെ ഏതോ ഡീപ്പായ ഭയങ്കര വിഷയങ്ങളായിരിക്കും യേശു പറയാൻ വേണ്ടി പോയിരുന്നത്. കാരണം അവൻ്റെ വചനം അറിയാം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞത് സ്തോത്രം വലിയ ഡീപ്പായ യൂണിവേഴ്സിറ്റി,
ഡോക്ടറേറ്റ് ക്ലാസ് അല്ല കർത്താവ് പറഞ്ഞത്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ കാറ്റ് ആൻഡ് ഡി ഫോർ ഡോൾ. എല്ലാ കുട്ടികളും എന്നെ നോക്കി എന്ന് പറയുന്ന പോലെ കർത്താവ് ഏറ്റവും സിമ്പിളായ കാര്യമാണ് പറയുക, ഏറ്റവും ചെറുതാണ് പറഞ്ഞു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നിൻ്റെ പാരമ്പര്യം നിന്നെ രക്ഷിക്കത്തില്ല, നിൻ്റെ പദവി നിന്നെ സഹായിക്കത്തില്ല, നിൻ്റെ ധനം, നിൻ്റെ ദേവാലയം, നിൻ്റെ അപ്പുറത്തെ വലിയ പള്ളി, ഇതൊന്നും നിന്നെ മേലെ കൊണ്ടുപോകത്തില്ല. കത്തുന്ന നരകത്തിൽ നിന്ന് നിന്നെ മേലെ കൊണ്ടുപോകണമെങ്കിൽ ഇഫ് യു ബോൺ അഗൈൻ, നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിച്ചാൽ മാത്രമേ നിനക്ക് സ്തോത്രം ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. അമ്മ മറിയത്തിലൂടെയല്ല, വിശുദ്ധന്മാരിലൂടെയല്ല, ഒരു പള്ളിയിലൂടെയല്ല, ഒരു പട്ടക്കാരനിലൂടെയല്ല, എവർക്കാർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു പള്ളി നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു ലോബി നിനക്ക് വേണ്ടി മരിച്ചില്ല, ഒരു വിശുദ്ധൻ നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. ആ യേശുവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. സോ യേശു കർത്താവ് ബോൺ അഗൈൻ, വീണ്ടും ജനനം എന്ന ദൂതാണ് കർത്താവ് കൈകാര്യം ചെയ്തത്. കർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5 ഭർത്താക്കന്മാർ ആ ശമരിയക്കാരെത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ 6ാമത് വെച്ച് പുള്ളിക്കാരെ അഡ്ജസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ ഏത് നേരവും 7ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവളെ കണ്ടപ്പോൾ കർത്താവ് സ്തോത്രം ആരാധനയാണ് പറഞ്ഞു കൊടുത്തത്. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും, അവൻ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തെ ആരാധനയാണ് പറഞ്ഞു കൊടുത്തേ. ഞാനത് വായിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ച കർത്താവേ, 3-ാം അധ്യായത്തിൽ വന്ന നിക്കോദിമോസിനോടല്ലയോ ആരാധന പറയേണ്ടത്? 4-ാം അധ്യായത്തിൽ വന്ന മറ്റേ തരീട കണിച്ച് കിടക്കുന്ന ആ സഹോദരിയോട് ബോൺ അഗൈൻ, വീണ്ടും ജനനം പ്രാപിക്കണം, ഇതല്ലയോ നീ പറയേണ്ടത്? നോ, യേശു കർത്താവ് സോറി പറയത്തില്ല. യേശു കർത്താവ് തെറ്റ് പറയത്തില്ല. യേശു തെറ്റ് സംഭവിക്കാത്ത ദൈവമാണ്. നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കും, കർത്താവെ തെറ്റിപ്പോയല്ലോ അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് പറയും. നോ നോ നോ, കർത്താവ് പറയും, ഇപ്പോഴും റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെയാണ്. നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. തിന്മയെന്ന് നിനക്ക് തോന്നിയാലും അതിൽ ഞാൻ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്. അവനൊരിക്കലും സോറി പറയത്തില്ല. 3-ാം അധ്യായത്തിൽ കർത്താവ് അവനോട് ബോൺ അഗെയിൻ, വീണ്ടും ജനനം എന്ന വിഷയം എസെക്കിയേൽ 36-37 അധ്യായങ്ങൾ ഉദ്ധരിച്ച് കർത്താവ് പറയുകയാണ്. എസെക്കിയേൽ 36-37 അധ്യായങ്ങളിൽ നിന്ന് കർത്താവ് ഇതാ പറയുകയാണ്. കാരണം അവന് വചനം അറിയാം. ആരാ? നിക്കോദിമോസിന് വചനം അറിയാം. നിക്കോദിമോസ് അന്തിച്ചിരിക്കുക, അത്ഭുതപ്പെട്ടിരിക്കുക. ഗമാലിയൽ വചനം പറയുന്നത് കേട്ടിട്ടുണ്ട്. 100 കണക്കിനല്ല, ചിലപ്പോൾ 1000 പരീശന്മാർ വചനം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്തൊരു വചനമാ, ഇവൻ പറയുന്നത് പോലെ വേറെ ആരും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഇടയ്ക്ക് നിക്കോദിമോസിനെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറയാമായിരുന്നു, നിക്കോദിമോസേ, ഗമാലിയന് വചനം അറിയാം. പരീശന്മാർക്കും കുറേശ്ശെ വചനം അറിയാം. എന്നാൽ ഈ ഇരിക്കുന്നവന് വചനം അറിയാം എന്നല്ല നീ പറയേണ്ടത്, യവനാണ് വചനം. ആരേലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സ്തോത്രം. യവനാണ് വചനം. അവന് വചനം അറിയാമെന്ന് പറയല്ലേ, അവൻ വചനം ജഡമായി തീർന്നവനാണ്. യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, നീ വീണ്ടും ജനനം പ്രാപിക്കാതെ നിനക്ക് സ്തോത്രം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, 3-ാം അധ്യായത്തിൽ ഒരു വലിയ എൻകൗണ്ടർ നടക്കുകയാണ്. കർത്താവുമായ ഒരു എൻകൗണ്ടർ, കർത്താവുമായ ഒരു മുഖാമുഖം അവന് സംഭവിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ജീവിതം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലൈഫ് നന്നാകണമെങ്കിൽ കർത്താവുമായി നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണം. കോടികളുടെ സമ്പാദ്യം ബാങ്കിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേരനേക്കാൾ നീളമുള്ള ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേതലെ ആരാണ്ടൊക്കെയോ അവരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ലൈഫ് നന്നാകണമെങ്കിൽ ദൈവവുമായി നിനക്കൊരു എൻകൗണ്ടർ ആവശ്യമാണ്. അബ്രാമിനെ അബ്രഹാം ആക്കിയത് കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറാണ്. യാക്കോബിനെ ഇസ്രായേൽ ആക്കിയത് ദൈവവുമായിട്ടുള്ള ഒരു മുഖാമുഖമാണ്. ഒരു എൻകൗണ്ടർ ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നേരിട്ടും അഭിമുഖവുമായും സ്പഷ്ടമായിട്ടും ആരോടോ കർത്താവിന് സംസാരിപ്പാൻ ഹല്ലേലൂയ ആഗ്രഹമുണ്ട്. ഇതൊരു എൻകൗണ്ടറിന്റെ സീസൺ ആകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അങ്ങോട്ട് പോയി യേശുവിനോട് സംസാരിച്ചതുപോലെയല്ല അവൻ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോയത് ചന്ദ്രന്റെ നിലാവിലാണ്. പിന്നെ അവൻ്റെ ലൈഫ് മുഴുവൻ സൂര്യൻ്റെ പ്രകാശത്തിലായിരുന്നു. അങ്ങോട്ട് പോയത് ചന്ദ്രൻ്റെ
പ്രകാശത്തിലാണ്, രാത്രിയിലാണ് പോയത്. പിന്നെ എൻ്റെ ലൈഫ് മാറി. ഇന്ന് രാത്രി 1-ാമത്തെ ദിവസം തന്നെ ആരുടെയോ ജീവിത ശൈലിയെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആരുടെയോ പ്രാർത്ഥന മാറുമാറാകട്ടെ. ആരുടെ ആത്മീയ ഭക്തിക്ക്, ആത്മീയ ജീവിതത്തിന് ഒരു അപ്ഗ്രഡേഷൻ കർത്താവ് നൽകുമാറാകട്ടെ. ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങോട്ട് പോയതുപോലെയല്ല അവൻ തിരിച്ചു വരുന്നത്. കാരണം സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വൃഥാവായി മടങ്ങി വരത്തില്ല. ദൈവത്തിൻ്റെ വചനം അത് അയച്ച കാര്യത്തെ നിവർത്തിക്കും. ഒരു പ്രവാചകനല്ല, ഒരു പ്രാസംഗികനല്ല, ഒരു സുവിശേഷകനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്തോത്രം ശക്തനായ പ്രഭാഷകനായ യേശു കർത്താവ് വചനം ജഡമായി തീർന്നവൻ സ്തോത്രം നിക്കോദീമോസിനോട് ആ രാത്രിയിൽ സംസാരിച്ചത് നിമിത്തം അവൻ്റെ ശിഷ്യത്വം, അവൻ്റെ ആത്മീയ ജീവിതം അന്ന് രാത്രി ആരംഭിച്ചതാണ്. അന്ന് രാത്രി അവന് ഉറങ്ങിക്കാണത്തില്ല. അന്ന് രാത്രി അവന് മനസ്സിലായി, ഓ ഇങ്ങനെയും വചന വ്യാഖ്യാനമുണ്ടോ. അത് ചെവിക്ക് ഇക്കിളി വരുത്തുന്നതല്ല, അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും ജനിക്കാതെ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്ന നിക്കോദീമോസ് വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു കാണും, നമ്മൾ വിചാരിച്ച പോലെയല്ല, അവൻ തന്നെയാണ് മെശിഹ. രഹസ്യത്തിൽ അവൻ മൂടിവെച്ചു. സ്തോത്രം, അവൻ രഹസ്യത്തിൽ തൻ്റെ സ്തോത്രം ശിഷ്യത്വം മൂടിവെച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ രഹസ്യത്തിൽ സ്നാനപ്പെട്ട് എത്ര മൂടി വച്ചാലും നിങ്ങളുടെ ആത്മീയം ഒരു ദിവസം പുറത്തു വരും. യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ മൂടി വയ്ക്കാൻ കഴിയത്തില്ല, അത് പുറത്തു വരും. ആരും മിണ്ടുന്നില്ല. മോശയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഒളിപ്പിച്ചു വച്ചാൽ മാക്സിമം 3 മാസം ഒളിപ്പിക്കാം. ഹലോ, ഒളിപ്പിച്ചാൽ എത്ര? മാക്സിമം 3 മാസം ഒളിപ്പിക്കാം, അതിനപ്പുറം ഒളിപ്പിക്കാൻ കഴിയത്തില്ല. ഇതുപോലെ മാനസാന്തരം, ഇതുപോലെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒളിപ്പിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ, വീട്ടിൽ പട്ടിയുണ്ടെങ്കിൽ സ്തോത്രം, അതെ, ആ പൂച്ചയ്ക്കും പട്ടിക്കും പോലും അറിയാം നീ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കാര്യം അതുവരെയും ആ പൂച്ചയും പട്ടിയെയും മറ്റേ ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾ ഫുട്ബോൾ അടിക്കുന്നത് പോലെ കാലുമടക്കി തൊഴിക്കുകയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ തൊഴി കുറയുമ്പോൾ പൂച്ചയ്ക്കറിയാം മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് ആ കിക്ക് കുറഞ്ഞിരിക്കുന്നത്, ആ തൊടി കുറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ മാനസാന്തരം മൂടി വയ്ക്കുവാൻ കഴിയത്തില്ല. 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന്, നിശ്ചയം ഞാൻ പറയട്ടെ, അവൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ചായി. കാരണം സംസാരിച്ചത് സൺഡേ സ്കൂൾ ടീച്ചറോടല്ല, പാസ്റ്ററോടല്ല, കർത്താവിനോടാണ് സംസാരിച്ചത്. രാത്രിയും കർത്താവ് സംസാരിച്ചാൽ നിനക്കും എനിക്കും മാറാതിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് സംസാരിച്ചാൽ നിന്റെ ലൈഫ് മാറിയിരിക്കും. നിന്റെ ലൈഫ് നന്നാകണമെങ്കിൽ 1-ാം സമ്മാനം അടിക്കുന്ന ലോട്ടറി ടിക്കറ്റ് അല്ല നിനക്ക് വേണ്ടിയത്. നിന്റെ പാസ്പോർട്ടിലേതോ വിസയല്ല സ്റ്റാമ്പ് ചെയ്യേണ്ടത്. നിന്റെ ലൈഫ് നന്നാകണമെങ്കിൽ അവൻ്റെ സിംഹാസനത്തിൽ നിന്നുള്ള ഒരു വചനം മതി നിന്റെ ലൈഫ് നന്നാക്കുവാൻ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹേ, അവൻ്റെ ലൈഫ് മാറിയെന്ന് എങ്ങനെ പറയാൻ തക്കോണം കഴിയും? സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് 7-ാം അധ്യായത്തിൽ സ്തോത്രം, അതേ, കൂടാരപ്പെരുന്നാൾ പ്രമാണിച്ച് യെരൂശലേം പട്ടണത്തിൽ യേശു കർത്താവ് വന്നിട്ടുണ്ട്. യെരൂശലേം പട്ടണത്തിൽ യേശു വന്നിട്ടുണ്ട്. അപ്പോൾ യെരൂശലേമിൽ യേശു വരുമ്പോൾ പുരുഷാരത്തിന് സന്തോഷമാണെങ്കിലും ചില ബിസിനസ്സുകാർക്ക് ഭയങ്കര ദുഃഖമാണ്. സ്തോത്രം. ചിലർക്ക് അതെ, യവനൊന്നും കേരളത്തിൽ വരലേ, സ്തോത്രം, യവനൊന്നും അതെ, യവന് യെരൂശലേമിൽ വരലേ എന്ന് ആഗ്രഹിക്കുന്ന പോലെ, യവന് യെരൂശലേമിൽ വരലേ എന്ന് ആഗ്രഹിക്കുന്ന പോലെ കയ്യഫാവും സ്തോത്രം ഹന്നാവും ഒക്കെ ഭയങ്കരമായി ആഗ്രഹിച്ചു. കാര്യം എന്താണെന്നറിയോ? അവിടെ ഭയങ്കര ആത്മീയ കച്ചവടം നടക്കുകയാണ്. അതൊരു ആത്മീയ ബിസിനസ് സെന്ററാണ് സ്തോത്രം യെരൂശലേം. അപ്പം യേശു കർത്താവ് എപ്പോൾ കടന്നു വന്നാലും യവൻ്റെ ബിസിനസ്സിന് ഭയങ്കര തട്ടുപാടാണ്. ഹീലിംഗ് ഹാൻഡ്സ്, ഹോൾഡിംഗ് വിപ്സ്, സ്തോത്രം, അവൻ സൗഖ്യമാക്കുന്ന കരത്തിൽ ചാട്ടവറുണ്ടാക്കി ആ ദേവാലയത്തിലെ പീഠങ്ങളെയൊക്കെ മറച്ചിട്ട് മൃഗങ്ങളെയൊക്കെ സ്തോത്രം ഓടിച്ച് പ്രാവുകളെയൊക്കെ സ്വതന്ത്രമാക്കി ദേവാലയത്തെ യേശു കർത്താവ് സ്തോത്രം ശുദ്ധീകരിക്കുന്നത് കൊണ്ട് ആത്മീയ ബിസിനസ്സുകാരാകുന്നതായ ആത്മീയ കച്ചവടക്കാരനാകുന്ന കയ്യഫാവിന് ഭയങ്കര കറുവാണ്. സുവിശേഷം 7-ാം അധ്യായത്തിൽ ആ കൂടാരപ്പെരുന്നാളുടെ പീക്കിൽ നിൽക്കുന്നതായ
സമയത്ത് വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ, ചേവകരെ, അതായത് ടെമ്പിൾ പോലീസിനെ, സ്തോത്രം, ടെമ്പിൾ പോലീസിനെ, ചേവകരെ സെൻഹെദരീൻ സംഘം കൂടിയിട്ട് കയ്യഫാവ് പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് ചേവകരെ പറഞ്ഞയക്കുന്നത്? ടെമ്പിൾ പോലീസ്. എന്താ ടെമ്പിൾ പോലീസ് എന്ന് പറയുന്നത്? തനിക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നു എങ്കിൽ, തനിക്കെതിരെ ആരെങ്കിലും എഴുന്നേൽക്കുന്നുവെന്ന് ഈ ആത്മീയ നേതാവ് എന്ന് പറയുന്നതായ ഈ സ്തോത്രം ആരാ, കയ്യഫാവിന് തോന്നുന്നെങ്കിൽ അവൻ തൻ്റെ ചേവകരെ അയക്കും. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ഗുണ്ടാ സെറ്റപ്പ് എന്ന് വേണേ പറയാം. സ്തോത്രം, കമാൻ, ഹല്ലേലൂയ, അടുത്ത വർഷം വിളിക്കണേ, സ്തോത്രം. സോ അങ്ങനെ നോക്കണമേ, ഈ സെറ്റപ്പിനെ പറഞ്ഞയച്ചിട്ട് തനിക്കെതിരെ ആരാണോ ഉയരുന്നത് അവരെ പൊക്കിക്കൊണ്ടുവന്ന് കയ്യഫാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടിയിൽ ഒരു ഒരു ചില ട്രെഞ്ചുണ്ട്, ചില കുഴികളുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആ ട്രെഞ്ചിൽ, ആ കുഴികളിൽ തനിക്കെതിരെ സംസാരിച്ചവരെ, തനിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചവരെ കൊണ്ടുവന്നിട്ട് രഹസ്യമായി പീഡിപ്പിക്കും. രഹസ്യമായി ഈ സാറ് എന്ന് പറഞ്ഞാൽ ഈ കയ്യഫാവ് രഹസ്യത്തിൽ ഇദ്ദേഹം പീഡിപ്പിക്കും. ആര്? സ്തോത്രം, കയ്യഫാവ് രഹസ്യത്തിൽ തനിക്കെതിരെ നിൽക്കുന്നവരെ സ്തോത്രം പീഡിപ്പിക്കും. പക്ഷെ ഇന്ന് രാത്രി പത്തനാപുരംകാർ കേൾക്കണം, എന്റെ കർത്താവ് പീഡയുടെ ദൈവമല്ല, അവൻ പീഡിപ്പിക്കുന്നവരെ സ്വതന്ത്രമാക്കുന്നവനാണ്. ഹല്ലേലൂയ. സോ യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ ടെമ്പിൾ പോലീസ് ചേവകരെ ഇതാ പറഞ്ഞയച്ചു. സ്തോത്രം. നമ്മുടെ പരിപാടികൾക്ക്, നമ്മുടെ അജണ്ടകൾക്ക് ഇവനൊരു വിലങ്ങ് തടിയാണ്. അതുകൊണ്ട് ഇവനിതാ യെരൂശലേമിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ പോയി അവനെ പിടിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് ചേവകരെ പറഞ്ഞയക്കുകയാണ്. യേശുവിലേക്ക് നോക്കിക്കേ, അവൻ ദേവാലയത്തിൽ കടന്നു വരുന്ന രാവിലെ മുതൽ തൻ്റെ ചുറ്റും കൂടിയതായ നൂറുകണക്കിന്, മേ ബി ആയിരക്കണക്കിന് ആൾക്കാരോട് വചനം പറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ കാണുന്നു, ഇതാ പ്രശ്നം വരികയാണ്, വെല്ലുവിളി വരികയാണ്. ആരുടെ രൂപത്തിൽ? ചേവകരുടെ രൂപത്തിൽ വെല്ലുവിളി വരികയാണ്. വളരെ പ്രാർത്ഥിച്ചു കേട്ടാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആരൊക്കെ ഈ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട് ഏതോ വയ്യാവേലി വരുന്നത്, ഏതോ വെല്ലുവിളി വരുന്നത്? ഇന്ന് രാത്രി നമ്മുടെ മുൻമാതൃക കർത്താവായി യേശുവാണ്. വെല്ലുവിളി വരുമ്പോൾ നീ എന്ത് ചെയ്യണം? പ്രശ്നം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ചേവകർ തങ്ങളെ പിടിപ്പാൻ, ഇതാ തന്നെ പിടിപ്പാൻ, ചേവകർ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ ഇതാ കടന്നു വരികയാണ്. യേശു ചെയ്തത് പ്രശ്നം കണ്ട് ഓടിപ്പോയിട്ടില്ല. യേശു ചെയ്തത് പ്രശ്നം കണ്ടിട്ട് അവൻ ഓടിപ്പോയില്ല. പകരം സ്തോത്രം, അവൻ തൻ്റെ മോഡിനെ മാറ്റി, അവൻ തൻ്റെ ശൈലിയെ മാറ്റി. ഈ യോഗത്തിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ആരുടെയോ ശൈലിയെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് നേരെ, നിന്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേരെ പല വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ സ്തോത്രം, ദൈവകൃപയാൽ നീ മങ്ങി കത്തുന്നവനാകല്ല, പകരം നീ ആളി കത്തുന്നവൻ ആയി തീരട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. ചേവകർ പിടിക്കാൻ വന്നപ്പോൾ കർത്താവ് തന്റെ മോഡിനെ മാറ്റി, തന്റെ ശൈലിയെ മാറ്റി. ബ്രദർ സുരേഷ് ബാബു, എങ്ങനെ നിങ്ങൾക്ക് പറവാൻ തക്കോണം കഴിയും? ഇതാ 1 മണിക്കൂറായി കാണും, 2 മണിക്കൂറായി കാണും. സെൻഹെദരീൻ സംഘം കാത്തിരിക്കുകയാണ്. 71 പേർ കാത്തിരിക്കുന്നു. യേശുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ, സെൻഹെദരീൻ സംഘം നോക്കിയിരിക്കുമ്പോൾ ഈ ചേവകർ സ്തോത്രം, അതെ, യേശുവിനെ പിടിച്ചിട്ടല്ല വരുന്നത്, വെറും കൈയോടെ വരികയാണ്. ഉടനെ കയ്യഫാവ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, സ്തോത്രം, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യുവാൻ തക്കോണം കഴിഞ്ഞില്ല? യോഹന്നാൻ 7 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. കൃത്യമായി ഇങ്ങനെയാണ് അവർ പറയുന്നത്, നോ മാൻ എവർ സ്പീക്ക് ലൈക്ക് ദിസ് മാൻ. ഈ മനുഷ്യനെ പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഓ ഗ്ലോറി, ഓ ഈ മനുഷ്യനെ പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഹല്ലേലൂയ. വെല്ലുവിളി വർദ്ധിക്കുന്ന ഈ നാളുകളിൽ ഭാരതത്തിലെ ദൈവസഭ തങ്ങളുടെ ശൈലിയെ ഒന്ന് മാറ്റിപ്പിടിക്കട്ടെ. എനിക്ക് മനസ്സിലായത്, അതുവരെയും ലാംബായി, അതുവരെയും ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞാടായി സംസാരിച്ചവൻ, ദൈവത്തിന്റെ കുഞ്ഞാടായി സംസാരിച്ചവൻ അവന്റെ ശൈലിയെ മാറ്റി യഹൂദ ഗോത്രത്തിലെ സിംഹമായി അവന്റെ ശൈലിയെ മാറ്റി അവൻ സംസാരിച്ചപ്പോൾ, അവന്റെ ശൈലിയെ മാറ്റി സംസാരിച്ചപ്പോൾ, അവന്റെ അഭിഷേകത്തിൽ അവൻ ജ്വലിച്ചപ്പോൾ, വചനത്തിന്റെ ശക്തിയിൽ അവൻ ജ്വലിച്ചപ്പോൾ അവർക്ക് അവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ ദൂത് പറയട്ടെ, ഹല്ലേലൂയ, നീ ഞാനും ഒരു മെഴുകുതിരിയായിരിക്കാം, പക്ഷേ അതിലൊരു ആളി കത്തലുണ്ടെങ്കിൽ ഒരു കൊതുകിനും ഒരു ഈച്ചയ്ക്കും അതിന്റെ പുറത്ത് വന്നിരിപ്പാൻ കഴിയാത്തത് പോലെ ഒരു അന്ധകാര ശക്തികൾക്കും നിന്നെ തൊടുവാൻ കഴിയത്തില്ല.
വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. കമാൺ 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 കമാൺ. ഇന്ന് രാത്രി നിന്നെ പിടിക്കാമോ എന്ന് വിചാരിച്ച്, നിന്നെ കുരുക്കാമോ എന്ന് വിചാരിച്ച്, ഹല്ലേലൂയ, നിന്നെ പിടിപ്പാൻ നടക്കുന്ന ഏത് ശക്തികളാണെങ്കിലും ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജ്വലിക്കുന്നവനെ കുരുക്കുവാൻ, ജ്വലിക്കുന്നവനെ പിടിപ്പാൻ അന്ധകാര വ്യാപാരങ്ങൾക്ക് കഴിയത്തില്ല. അത് ക്യാൻസർ ആയിരിക്കാം, അത് എരിഞ്ഞു മാറട്ടെ. അത് ബലഹീനതകളായിരിക്കാം, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോടെ. നിന്നെ പിടിപ്പാൻ, നിന്നെ കുരുക്കുവാൻ കാത്തു നിൽക്കുന്നതിന്, ഓ ഹല്ലേലൂയ, പിടികൊടുക്കുവാൻ മനസ്സില്ലാത്തവർ ഈ രാത്രി കരങ്ങളടിച്ച തരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച്. Holy Spirit, Holy Spirit, സംഘത്തിന് സ്തോത്രം. അവരെ കാത്തിരിപ്പിഫലമായി സ്തോത്രം. അവനെ പിടിപ്പാൻ സ്തോത്രം സേവകർക്ക് കഴിഞ്ഞതേ ഇല്ല. ഓഹോ, അപ്പോൾ ആ 71 പേരിൽ ഒരു മനുഷ്യന്റെ അതേ തല ഉയർന്നു. ഓഹോ, നിങ്ങൾക്കവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല അല്ലേ? കാരണം അവൻ നോ മാൻ എവർ സ്പീക്ക് ലൈക്ക് ദാറ്റ് മാൻ. ആ മനുഷ്യനെ പോലെ ആരും സ്തോത്രം സംസാരിച്ചിട്ടേ ഇല്ല. എടോ സേവകരെ, നിങ്ങൾ അകന്ന് നിന്നാണ് അവന്റെ സംസാരം കേട്ടത്. നിങ്ങൾ അകന്ന് നിന്നാണ് അവൻ്റെ സംസാരം കേട്ടത്. പക്ഷെ ഞാനുണ്ടല്ലോ, അന്ന് രാത്രിയിൽ സ്തോത്രം അടുത്തിരുന്നാണ് അവൻ്റെ സംസാരം കേട്ടത്. ആ നിക്കോദീമോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഒരു വാമൊഴിയല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അവനെ പിടിപ്പാൻ കഴിയത്തില്ല. നിക്കോദീമോസ് അറിയാതെ ആ സെൻഹദരീൻ സംഘത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം യേശുവിന് വേണ്ടി സംസാരിച്ചു. ഈ രാത്രി പറയട്ടെ, പ്രശ്നം കടന്നു വന്നപ്പോൾ അവൻ്റെ രഹസ്യ ശിഷ്യത്വം പരസ്യ സാക്ഷിത്വമായി തീർന്നു. സെൻഹദരീൻ സംഘത്തിൻ്റെ നടുവിൽ നിക്കോദീമോസ്, റെപ്യൂട്ടഡ് മാൻ ഓഫ് ഗാഡ്, സ്തോത്രം, അത് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് ആയിരുന്നവൻ, ആ വെല്ലുവിളിയുടെ നടുവിൽ അവൻ എഴുന്നേറ്റ് നിന്ന് അവൻ പരസ്യമായി യേശുവിന് വേണ്ടി സംസാരിച്ചു. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ഒരു പ്രശ്നം വരുമ്പോൾ, ഞാൻ ആവർത്തിക്കുന്നു, ഒരു വെല്ലുവിളി കടന്നു വരുമ്പോഴാണ് നീ കോപ്പറാണോ നീ ഗോൾഡ് ആണോ എന്നറിയുന്നത്. അല്ലെങ്കിൽ നീ വാക്സ് ആണോ അല്ല നീ ഒറിജിനലാണോ എന്നറിയുന്നത്. എല്ലാവരും കൈയടിക്കുന്നു, ഞാനും കൈയടിക്കുന്നു. എല്ലാവരും അന്യഭാഷ പറയുന്നു, ഞാനും 25 വർഷമായി അതേ അന്യഭാഷ പറയുന്നു. എല്ലാവരും പള്ളിയിൽ പോകുന്നു, ഞാനും പള്ളിയിൽ പോകുന്നു എന്നതല്ല ആത്മീയം. യേശു നല്ലവനെന്ന് രുചിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വെല്ലുവിളിയുടെ നടുവിൽ, ഓഹോ, നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സ്തോത്രം. ഇവന് എഴുന്നേറ്റ് നിന്ന് യേശുവിന് വേണ്ടി സംസാരിച്ചു. സംഘം ഞെട്ടി. കയ്യഫാവ് ഉൾപ്പെടെയുള്ളവർ സ്തോത്രം. ഓഹോ, നമ്മളെ ഇടയിൽ രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു. 7-ാം അധ്യായം അവസാന വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അതോടെ ആ യോഗം പിരിച്ചുവിട്ടു. അതോടെ ആ യോഗം സ്തോത്രം കലങ്ങിപ്പോയി. അതോടെ ആ ഈ യോഗം നിന്നുപോയി. സംഘദരീൻ സംഘം സ്തോത്രം കലങ്ങി. അവർ സ്തോത്രം അതാ പിരിഞ്ഞുപോയി. ഈ രാത്രി ഞാൻ പറയട്ടെ, നിയോഗമുള്ളവൻ സംസാരിച്ചാൽ ശത്രുവിൻ്റെ ആലോചന യോഗങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ആകാം യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ നിയോഗമുള്ള ദൈവദാസന്മാർ വന്ന് സംസാരിക്കുന്നത് നിമിത്തം പത്തനാപുരം ദേശാന്തകാരത്തിൻ്റെ സകല ആലോചന സഭകളും നിഷ്ഫലമായി പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സൈനികരുടെ സംഘം പിരിഞ്ഞുപോയി. കാരണം അവിടെ നടുവിലുള്ള ഒരു കീ മെമ്പർ എഴുന്നേറ്റ് നിന്ന് യേശുവിന് വേണ്ടി സംസാരിക്കുകയാണ്. ഒരു രഹസ്യ ശിഷ്യൻ അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഒരു രഹസ്യ ശിഷ്യൻ അവിടെ മധ്യത്തിലുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ആ 71 പേരിൽ എനിക്ക് തോന്നുന്നു 69 പേരും പിരിഞ്ഞു പോയി. 69 പേരും പിരിഞ്ഞു പോയി. പക്ഷേ 2 പേർ മാത്രം പിരിഞ്ഞു പോയില്ല. 2 പേർ മാത്രം പിരിഞ്ഞു പോയില്ല. നമുക്കറിയാം, ചില കമ്മിറ്റി യോഗങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ എല്ലാവരും പോയാൽ ചിലർ പോകത്തില്ല. ചിലരൊരു മരത്തിൻ്റെ കീഴിലോ ഒരു വരാന്തയിലോ, ചിലർ പോകാതെ അടക്കം പറഞ്ഞ് മാറി നിൽക്കും. സോ ഇതുപോലെ 2 പേർ പോയില്ല. ആരാ പോകത്തെ? സ്തോത്രം. യോസഫ്, അരിമത്തയിലെ യോസഫ് പറഞ്ഞു, ഡാ കുഞ്ഞെ, അല്ലെങ്കിൽ ചേട്ടാ നിക്കോ എന്ന് പറഞ്ഞാൽ നിക്കോദീമോസേ, നിക്കോ പോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബാക്കി 69 പേര് പോയി. പക്ഷേ നിക്കോയും പോയില്ല, ഔസേപ്പച്ചനും പോയില്ല. സ്തോത്രം. അവർ 2 പേര് പോയല്ലോ കുഞ്ഞെ. 2 പേർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്.
രണ്ടുപേർ അടുക്കുകയാണ്. ഇന്ന് രാത്രിയിലും വെളിപ്പാടുള്ളവർ അടുക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകമുള്ളവർ അടുക്കട്ടെ. രാത്രി ആത്മമണ്ഡലത്തിൽ ചില അടുപ്പങ്ങൾ ജീവിതങ്ങളിൽ സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കണ്ടുമുട്ടലുകളും ചില പ്രത്യേക സ്പിരിച്വൽ യൂണിയനും നിന്നിൽ മാത്രമല്ല നിന്റെ തലമുറയിലും സ്വർഗം കൽപ്പിപ്പാൻ വേണ്ടി പോകുകയാണ്. ദൈവം ഇല്ലാത്ത എല്ലാം പൊളിയട്ടെ. ഓ കമാൻ, പോയില്ല. ആ സ്തോത്രത്തിന് ഒരു വിറ്റാമിൻ ഇല്ലല്ലോ. ഒരിക്കൽ കൂടെ സ്തോത്രം. ദൈവം ഇല്ലാത്തതെല്ലാം പൊളിയട്ടെ. ദൈവം ഉള്ളത് മാത്രം നിലനിൽക്കട്ടെ. യേശുവില്ലാത്ത എല്ലാ ബന്ധങ്ങളും വിട്ടുപോകട്ടെ. യേശു ഉള്ളത് മാത്രം നിലനിൽക്കട്ടെ. Because association will bring the acceleration. നിന്റെ വേഗത കൂട്ടുന്ന, നിന്റെ മൂർച്ച വർദ്ധിപ്പിക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്ന ചില അസോസിയേഷൻസ് ദൈവം നൽകാൻ പോവാ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇതുവരെ നിന്റെ ലൈഫിൽ വന്ന് കയറിയത് നിന്നെ കുത്തുന്നവരും വേദനിപ്പിക്കുന്നവരും കരയിപ്പിക്കുന്നവരും നിനക്ക് നഷ്ടവും കഷ്ടവും ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, മങ്ങിക്കത്തുന്ന നിന്നെ ഒരു കാട്ടുതീ പോലെ ആളി കത്തിപ്പിക്കുന്ന ചില യൂണിയൻ, ചില ബന്ധങ്ങൾ, ചില നന്മകൾ ദൈവം നിന്റെ ലൈഫിൽ നൽകാൻ വേണ്ടി പോകുക. 69 പേരും പോയി, പക്ഷേ 2 പേർ പോയില്ല. നിക്കോദിമോസ് പോയില്ല, അരിമത്തിയിലെ യോസേഫ് പോയില്ല. സ്തോത്രം. ഞാൻ എങ്ങനെ അങ്ങ് ചിന്തിക്കുക, തിരുവനന്തപുരം ബുദ്ധിയിൽ സ്തോത്രം. അവർ 2 പേർ മാറി നിന്ന് ഇങ്ങനെ പറഞ്ഞു കാണും. സ്തോത്രം. അതെ. അപ്പോൾ നിക്കോദിമോസേ, നിനക്കത് തോന്നിയല്ലേ? നിനക്കത് തോന്നിയല്ലേ? നീ ആ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലേ? നീ പറഞ്ഞു, പക്ഷെ ഞാനിത് പറയാതെ കുറെ കാലമായി കൊണ്ടു നടക്കാം. യോസേഫ് പറയാ, അരിമത്തിയിലെ യോസേഫ് പറയാം, നീ ഇത് പറഞ്ഞു, ഞാനിത് പറയാതെ കുറെ കാലമായി കൊണ്ട് നടക്കുക. കാര്യം എന്താണെന്നറിയോ? യവൻ ആരെന്നറിയോ? നോക്കിയേ യവൻ ആരെന്നറിയോ? അവനാ. മോശ പറഞ്ഞില്ലേ, എന്നെക്കാൾ വലിയ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഓ കമാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നെക്കാൾ വലിയൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞില്ലേ? യെസ്, ഇത് അവൻ തന്നെയാ. ഇവൻ ആരെന്ന് മനസ്സിലായോ? ഇവൻ സ്തോത്രം. അതെ, ആ പെസഹ കുഞ്ഞാടാണ്. ഇവൻ ശ്രേഷ്ഠ മഹാ പുരോഹിതനാണ്. ഇവൻ യോശുവ കണ്ട സ്തോത്രം യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണ്. ഇവൻ ഗിദെയോനേക്കാൾ യിഫ്താഹിനേക്കാൾ നീതിയോടെ ഉത്തരമരുളുന്ന സ്തോത്രം അതേ ന്യായാധിപതി തന്നെയാ. ഇവൻ സ്തോത്രം രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന അതേ വീണ്ടെടുപ്പുകാരൻ തന്നെയാ. ഇവൻ ആ ദേവാലയത്തെ നിറച്ചതായ ആ മഹത്വം തന്നെയാ. കമാൻ, ദൈവത്തിന്റെ സഭ കരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് രാത്രി സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാണ്. അവൻ തന്നെയാ. കാരണം ഇത് വചനം അറിയാത്തവരല്ല ഈ നിക്കോദിമോസും ഈ അരിമത്തിയിലെ യോസേഫും. they know the word of God. അവർക്ക് ദൈവവചനം അറിയാം. ഞാൻ പറയട്ടെ, ഊഹാഭോഗമല്ല സ്തോത്രം വിലയിരുത്തൽ. ദൈവവചനമാകുന്ന ടോർച്ച് ലൈറ്റിന്റെ മുൻപിൽ, ദൈവവചനമാകുന്ന തൂക്കുകട്ടയുടെ മുൻപിൽ, ദൈവവചനമാകുന്ന സ്കെയിലിന്റെ മുൻപിൽ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവവചനമാകുന്ന ടോർച്ച് ലൈറ്റിന്റെ മുൻപിൽ, ദൈവവചനമാകുന്ന തൂക്കുകട്ടയുടെ മുൻപിൽ, ദൈവവചനമാകുന്നതായ സ്കെയിലിന്റെ മുൻപിൽ അവർക്ക് മനസ്സിലായി കാണും, അവൻ സാധാ പ്രവാചകനല്ല. ഇവൻ ദേവാലയത്തെക്കാൾ വലിയവനാ. ഇവൻ യാഗങ്ങളെക്കാൾ വലിയവനാ. സ്തോത്രം. ഇവൻ തന്നെയാണ് ആ മെശിഹ. ഇവൻ തന്നെയാണ് മെശിഹ. സോ കൂടെ ഇവർ 2 പേർ സ്തോത്രം ആ കൂടിയ വരവുകൾ അങ്ങ് വർദ്ധിച്ചു കാണും. അവനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി കാണും. അവൻ്റെ ദൂത് നോക്കിയേ, അവൻ്റെ അഭിഷേകം നോക്കിയേ, അവൻ്റെ ശുശ്രൂഷ നോക്കിയേ. യെശയ്യാ 61 അവൻ്റെ ശുശ്രൂഷയിൽ നിറവേറുന്നത് കണ്ടോ? യെശയ്യാ എന്താണ് അവൻ്റെ ശുശ്രൂഷയിൽ നടക്കണമെന്ന് പറഞ്ഞത്, അത് മുഴുവൻ അവനിലൂടെ സംഭവിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ അവനിലൂടെ ഇത് സംഭവിച്ചിട്ടിരിക്കുക. ആ കോൺവെർസേഷൻ അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് രാത്രി വളരെ സത്യം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. അതെ, ആ കോൺവെർസേഷൻ, ആ കൂട്ടായ്മയിലെ ആ സംസാരം വർദ്ധിച്ചു വന്നപ്പോൾ നിക്കോദിമോസും അരിമത്തിയിലെ യോസേഫും മനസ്സിലാക്കി, സ്തോത്രം, ഇതിങ്ങനെ അധികകാലം മുന്നോട്ട് പോകത്തില്ല. കാരണം ശത്രുത വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രമല്ല ദാനിയേൽ പ്രവചിച്ചിട്ടുണ്ട്, ദ അനോയിന്റഡ് വൺ ഈസ് ഗോയിങ് ടു കട്ട് ഓഫ്. അഭിഷിക്തൻ, സ്തോത്രം, അതെ, അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് ദാനിയേൽ
പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 53 യെശയ്യാ പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ ഛേദിക്കപ്പെടും. സോ നിക്കോദിമോസ് സ്തോത്രം യോസഫിനോട് പറഞ്ഞാണ്, യോസഫ് നിക്കോദിമോസിനോട് പറഞ്ഞു കാണും, ഇവൻ പിടിക്കപ്പെടുവാൻ പോകുകയാണ്, ഇവൻ കൊല്ലപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ അരിമത്തിൽ യോസഫ് ചോദിച്ചാണ്, എങ്ങനെ കൊല്ലപ്പെടും? എങ്ങനെയെങ്കിലും അല്ല കൊല്ലപ്പെടുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എങ്ങനെയെങ്കിലുമല്ല കൊല്ലപ്പെടേണ്ടത്, എങ്ങനെയെങ്കിലുമല്ല. നോ, ഈ പുസ്തകം സ്തോത്രം നിറവേറി തന്നെയാകണം. എങ്ങനെയെങ്കിലും അല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ, എങ്ങനെയെങ്കിലും അല്ല ജീവിക്കേണ്ടത്, എങ്ങനെയെങ്കിലുമല്ല സഭ നടത്തേണ്ടത്, എങ്ങനെയെങ്കിലുമല്ല ശുശ്രൂഷിക്കേണ്ടത്. ഇതനുസരിച്ചാണ്. ആരോ എഴുതി വെച്ച ബൈലോ അനുസരിച്ചല്ല പരിപാടി നടത്തേണ്ടത്, ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് സ്തോത്രം ശുശ്രൂഷിക്കേണ്ടത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. സോ അങ്ങനെയെങ്കിൽ ഇവൻ സ്തോത്രം അതെ പിടിക്കപ്പെടുവാൻ പോകുകയാണ്, ഇവൻ ക്രൂശിക്കപ്പെടുവാൻ പോകുകയാണ്. സോ വചനം അറിയാവുന്നവർ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തണം. ആ പദ്ധതിക്ക് വേണ്ടി രഹസ്യ ശിഷ്യന്മാരായിരിക്കുന്ന നമ്മെ ദൈവം പ്രയോജനപ്പെടുത്തണം. ഇന്ന് രാത്രി നിങ്ങൾ നോക്കി, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ പദ്ധതി ചുമക്കുന്നവരാണ് നിങ്ങൾ. കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി തലമുറയായി ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. ഇവൻ പിടിക്കപ്പെടുവാൻ പോകുകയാണ്, അല്ലേ? ഇവൻ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ നിക്കോദിമോസേ, എൻ്റെ കുടുംബ കല്ലറയുടെ പണി പുരോഗമിക്കുകയാണ്. എൻ്റെ കുടുംബക്കല്ലറയുടെ പണി പുരോഗമിക്കുക. അപ്പം നമുക്ക് രണ്ടുപേർക്കറിയാം, ഈ കൂടെ നടന്ന് ഹോശന പാടുന്ന യവന്മാരുണ്ടല്ലോ, വേറെ അപ്പം തിന്നാൻ വേണ്ടി മാത്രം നടക്കുന്നവന്മാരാ. ഈ പരസ്യത്തിന് വേണ്ടി നടക്കുന്ന യവന്മാരുണ്ടല്ലോ, യവന്മാർ കസേരയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുക, യവന്മാർ പേരിനും പ്രസിദ്ധിക്കും വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുക. സ്തോത്രം. യവന്മാരെല്ലാം ചിതറപ്പെടും. പക്ഷേ കാര്യത്തിന് അവസാനം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നോക്കിയേ, കാര്യത്തിന് അവസാനം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ കുടുംബക്കല്ലറയുടെ പണി ഇതാ പുരോഗമിക്കുകയാണ്, ഞാനത് ഗുരുവിന് നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്തോത്രം. നിക്കോദിമോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ യോസഫേ, നിനക്ക് കുടുംബക്കല്ലറയുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വചനത്തിൽ കണ്ടത് ഏറ്റവും നല്ല അടക്കം ദാവീദിൻ്റെ അല്ല, ഏറ്റവും നല്ല അടക്കം ശലോമോൻ്റെ അല്ല, ഏറ്റവും നല്ല അടക്കം ആസാ രാജാവിൻ്റെയാണ്. ആസാ രാജാവിൻ്റെ അടക്കത്തെക്കാൾ വലിയൊരടക്കം ഞാനവന് സമ്പാദിക്കും. ഓ ഖമാൻ, ആസാ രാജാവിൻ്റെ അടക്കത്തെക്കാൾ വലിയൊരടക്കം ഞാൻ അവന് കൊടുക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ 100 റാത്തൽ സുഗന്ധവർഗം ഞാൻ ഒരുക്കാൻ വേണ്ടി പോകുകയാണ്. 100 റാത്തൽ എന്ന് പറഞ്ഞാൽ 35 കിലോഗ്രാം. നിൻ്റെ ചെറിയ പെർഫ്യൂം ബോട്ടിലല്ല ഞാൻ പറഞ്ഞത്, 35 കിലോഗ്രാം സുഗന്ധവർഗം സ്തോത്രം ഞാൻ അവന് വേണ്ടി കൊടുക്കുവാൻ പോകുകയാണ്. ഇനി രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ശിഷ്യന്മാരുടെ മനസ്സ് ഞാൻ പറയട്ടെ, ശിഷ്യന്മാരുടെ മനസ്സ് പറയട്ടെ, ശിഷ്യന്റെ മനസ്സ് ചർച്ചിനെ കറവ പശു ആക്കുന്നത് അല്ല, ചർച്ചിൽ നിന്ന് എന്ത് ഇങ്ങോട്ട് കിട്ടും എന്ന് പറയുന്നതല്ല ശുശ്രൂഷ. എന്ത് പ്രാപിച്ച് ചർച്ചിന് കൊടുക്കാം, സഭയ്ക്ക് കൊടുക്കാം എന്ന് പറയുന്നതാണ് ശുശ്രൂഷ. ആരും മിണ്ടുന്നില്ല. സ്തോത്രം. ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഞങ്ങൾ കല്ലറ കൊടുക്കും, മറ്റൊരാൾ പറഞ്ഞു 100 റാത്തൽ 35 കിലോഗ്രാം ആംഗ്ലേ 35 കിലോഗ്രാം. അത് ദാവീദിന് ഉണ്ടായിട്ടില്ല, അത് ശലോമോന് ഉണ്ടായിട്ടില്ല. വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഏത് രാജാവിൻ്റെ അടക്കത്തെക്കാളും ശ്രേഷ്ഠമായി നടന്ന ആസാ രാജാവിൻ്റെ അടക്കത്തിൽ നടന്നിട്ടില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായ അടക്കം സ്തോത്രം അതെ ഞാനവിടെ കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. കാര്യം എന്താ? അവൻ്റെ ബോഡി ക്രൂശിന്മേൽ തൂങ്ങിയാൽ ആ ബോഡി ഏറ്റെടുക്കാൻ കൂടെ നടക്കുന്ന ഒറ്റയെണ്ണമില്ല. എല്ലാം ബോഡിയെ അബ്യൂസ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. ബോഡിയെ ഉപയോഗിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അല്ല, ബോഡിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഇല്ലാത്തപ്പോൾ, പരസ്യ ശിഷ്യന്മാർ പരാജയപ്പെട്ടപ്പോൾ, പേരിനും പ്രസിദ്ധിക്കും പണത്തിനും സ്ഥാനത്തിനും മാനത്തിനും ഭദ്രാസനത്തിനും സിംഹാസനത്തിനും വേണ്ടി കൂടെ നടക്കുന്നവൻ സഭയെ സ്തോത്ര ദുരുപയോഗം ചെയ്യുമ്പോൾ രഹസ്യ ശിഷ്യൻ പറഞ്ഞു, നോ, മനസ്സിലാകുന്നില്ല. രഹസ്യ ശിഷ്യന്മാർ പറഞ്ഞു, നോ, സ്തോത്രം, ഈ ബോഡിയെ ദുരുപയോഗം ചെയ്യല്ല, ഇതിനെ നാറാൻ സമ്മതിക്കല്ല. ഇതിനെ നാറാൻ
സമ്മതിക്കല്ല. ഞാൻ എൻ്റെ തകർന്ന ഹൃദയത്തിൽ നിന്ന് ഈ ദൂത് പറഞ്ഞ് നോട്ടക്കോൾ കൊടുത്ത് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഇത് നാറാൻ സമ്മതിക്കല്ല. കാരണം നിങ്ങളുടെ ബൈബിളിൽ 4 സുവിശേഷങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. യഹൂദ മര്യാദ പ്രകാരം പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ സ്തോത്രം ശരീരത്തെ അവർ വാങ്ങി. യഹൂദ മര്യാദ പ്രകാരം ഇറ്റ് വാസ് സോ റിസ്ക്. അത് ഭയങ്കര സ്തോത്രം റിസ്ക്കാണ്, സാഹസികമാണ്. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം യഹൂദ മര്യാദ പ്രകാരം ഈ നിക്കോദിമോസും സ്തോത്രം അരിമത്തയിലെ യോസഫും പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചാൽ വേണമെങ്കിൽ ചോദിക്കാൻ പോകുന്നവനെ പിടിച്ച് ജയിലിലിടാം, ഇല്ലെങ്കിൽ അവനെ വേണമെങ്കിൽ സ്തോത്രം ക്രൂശിക്കാം, അവൻ വേണമെങ്കിൽ കൊല്ലപ്പെടാം. പക്ഷെ പലപ്പോഴും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അല്പം റിസ്ക്കാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വില കൊടുത്ത് ചെയ്യാനുള്ളതാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് സ്തോത്രം അത് കംഫർട്ട് സോണിൽ ഇരിക്കുന്നതല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വില കൊടുത്ത് ചെയ്യാനുള്ളതാണ്. ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവർ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. കാര്യം എന്താന്ന് പറഞ്ഞോ? സ്തോത്രം ഈ ബോഡി അവൻ മരിക്കും. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് നാറാൻ പാടില്ല. യഹൂദ മര്യാദ പ്രകാരം ഇതിനെ അടക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? യഹൂദ മര്യാദ പ്രകാരം അടക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ മര്യാദ എന്താ? പിന്നെ റോമൻ മര്യാദയാണ്. എന്നാൽ റോമൻ മര്യാദയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും ഈ ബോഡി ഇറക്കത്തില്ല. ശരി, ക്രൂശിൽ നിന്ന് ഈ ബോഡി ആരും സ്തോത്രം ക്രൂശിൽ നിന്ന് എടുക്കത്തില്ല. കൂടെയുള്ള ശിഷ്യന്മാരെല്ലാവരും ഓടി. അവന്മാരെല്ലാവരും സ്തോത്രം സ്വയം നിലനിൽപ്പിന് വേണ്ടി ഓടി. പിന്നെ ഈ ബോഡി ക്രൂശിൽ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കണം. അത് ചിലപ്പോൾ 5 ദിവസം ആയിരിക്കാം, 6 ദിവസം ആയിരിക്കാം, ഒരാഴ്ചയായിരിക്കാം. അതിങ്ങനെ സ്തോത്രം തൂങ്ങി നിൽക്കും. പിന്നെ ആകാശ പറവകളെ മുഴുവൻ വന്ന് അതിനെ കൊത്തി തിന്നും. സോ എൻ്റെ സ്തോത്രം കാഴ്ചപ്പാടിൽ സാത്താൻ ഭയങ്കരമായി അട്ടഹസിച്ച് യവൻ എന്ന് ഈ ലോകത്തിലേക്ക് വന്നോ അന്ന് മുതൽ നമുക്ക് കഷ്ടകാലമായിരുന്നു. സ്തോത്രം യവൻ എന്ന് ശുശ്രൂഷ തുടങ്ങിയോ അന്ന് മുതൽ നമുക്ക് പ്രശ്നമായിരുന്നു. ഇപ്പോഴിതാ അവൻ മരിച്ച് അവന്റെ ക്രൂസിൽ അവന്റെ ശരീരം അവശേഷിച്ചിരിക്കുമ്പോൾ സാത്താൻ പറഞ്ഞു, ഹേ നാനാ ദിശകളിലുള്ളതായ പക്ഷികളെ പറവകളെ വന്നേ, നല്ലൊരു സദ്യ തരാം, നല്ലൊരു ശരീരമുണ്ട്, കൊത്തി നാറ്റിക്കോ, നാറ്റ കേസാക്കിക്കോ, ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് നാറിപ്പിച്ച് കണ്ടാ മതി, ഇതിനെങ്ങനെയെങ്കിലും അത് നാറ്റ കേസാക്കിയാൽ മതി എന്ന് പറഞ്ഞ സാത്താനും അവൻ്റെ ദുർഭൂത ശക്തികളും ആർത്തട്ടഹസിച്ച് നിന്നപ്പോൾ ദൂതിതാണ്. ബാക്കി എല്ലാം മറന്നാൽ ഇത് മറക്കല്ലേ, പിശാചിന്റെ അജണ്ടയെ ക്യാൻസൽ ചെയ്യാൻ സാത്താന്റെ അജണ്ടയെ ക്യാൻസൽ ചെയ്യാൻ 2 രഹസ്യ ശിഷ്യന്മാരെ അന്ന് സ്വർഗം കണ്ടെങ്കിൽ ഈ തലമുറയിൽ ചിലതിനെ ആരും ചുമക്കാത്ത ചില നിയോഗങ്ങളുമായി സ്വർഗം ഈ രാത്രി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമ സമ്പ്രദായ പ്രകാരം സമൂഹം വിചാരിച്ചത്, സാത്താൻ വിചാരിച്ചതാണ്, പക്ഷികൾ കടന്നു വരും, സ്തോത്രം 3 ബോഡികളെ ഒരുപോലെ കൊത്തി തകർക്കും. പ്രത്യേകിച്ച് സെൻട്രൽ ക്രോസ്, ആ മധ്യത്തിലുള്ളതായ സ്തോത്രം, ആ ക്രൂസിൽ കിടക്കുന്നതായ തകർക്കപ്പെട്ട ശരീരമാണ്. മറ്റുമാരെ തകർന്നിട്ടില്ല. ഇത് മുറിവേറ്റ തകർന്ന ശരീരമാണ്. ആ മുറിവേറ്റ തകർന്ന ശരീരത്തെ കൊത്തി അതെ സ്തോത്രം കൊത്തി തിന്നും. അവസാനം അത് അസ്ഥി പഞ്ചരമായി മാത്രം തീരും. അസ്ഥി പഞ്ചരമായി മാത്രം ആ ബോഡി തീരുമ്പോൾ യെരുശലേമിൽ ഒരു താഴ്വരയുണ്ട്. അതിൻ്റെ പേര് ഹിന്നോം താഴ്വര എന്നാണ്. ഹിന്നോം താഴ്വരയുടെ പ്രത്യേകത, യെരുശലേം പട്ടണത്തിൻ്റെ വേസ്റ്റ് മുഴുവൻ വാരിക്കൂട്ടിയിട്ട് 24 മണിക്കൂറും അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. 24 മണിക്കൂർ അതിൽ തീയുണ്ട്. ഈ അസ്ഥി പഞ്ചരത്തെ ക്രൂസിൽ നിന്ന് വലിച്ചെടുത്ത് ആ താഴ്വരയിലേക്ക് വലിച്ചെറിഞ്ഞ് അതിനെ കത്തിപ്പിക്കാം, അതിനെ നാറ്റക്കേസാക്കാം. യേശുവിൻ്റെ രക്തം ചെയ്യാം. രാത്രി പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെയോ ഇതിനകത്ത് നാറ്റക്കേസാക്കാനുള്ള ദുഷ്ടന്റെ അജണ്ടയെ സ്വർഗം ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുകയാണ്.
യെസ്, യെസ്. അങ്കിളെ, ആന്റിയെ, നിന്റെ തലമുറ, നിന്റെ മക്കൾ, നിന്റെ കൊച്ചുമക്കൾ, ബ്രദർ, നിന്റെ ഭാവി കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പറയാനുള്ളത് the aroma of the anointing, അഭിഷേകത്തിന്റെ സുഗന്ധം, അഭിഷേകത്തിന്റെ സുഗന്ധം നീ ചുമക്കുവാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിന്നെ നാട്ടിപ്പിപ്പാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല. ആരൊക്കെ വിചാരിച്ചാലും, ഏതൊക്കെ ലോബികൾ വിചാരിച്ചാലും, ഏതൊക്കെ അജണ്ടകൾ വിചാരിച്ചാലും നിന്നെ നാട്ടിപ്പിപ്പാൻ കഴിയത്തില്ല. രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തോളത്തൊരു സംഭവത്തെ കർത്താവ് ഇന്ന് രാത്രി പ്ലേസ് ചെയ്യുന്നു. നിന്റെ ചുമലിൽ കർത്താവ് ഒരു കാര്യം ഏൽപ്പിക്കുന്നു. യെസ്, ദ അറോമ ഓഫ് ദ അനോയിന്റിംഗ്, അഭിഷേകത്തിന്റെ സുഗന്ധത്തെ നീ വഹിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ഈ രാത്രി ദൈവജനം ദൈവത്തെ സ്തുതിച്ച്. ദൈവത്തിന്റെ സമയമായപ്പോൾ, പിതാവേ ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നത് വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ടൈമായപ്പോൾ അവൻ പിടിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു. ബാക്കിയുള്ള രണ്ട് കള്ളന്മാര് ഉടയാത്ത ശരീരത്തോടെ നടന്നപ്പോൾ 1 കിലോമീറ്റർ 200 മീറ്ററും, സ്തോത്രം, 1 കിലോമീറ്റർ 200 മീറ്ററും ശബത്തിന്റെ ദൂരം വീണും എഴുന്നേറ്റും യേശു കർത്താവ് ക്രൂശുമായി നടന്നു. ആർക്കു വേണ്ടിയല്ല, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി യേശു ക്രൂശുമായി നടന്നു. അപ്പോൾ അരിമത്തയിലെ യോസേഫും നിക്കോദീമോസും പറഞ്ഞാണ്, ബാ, സ്തോത്രം, ഇപ്പോൾ സമയം വന്നിരിക്കുന്ന, നമ്മൾ പറഞ്ഞ സമയം വന്നിരിക്കുന്ന. അരിമത്തയിലെ യോസേഫ് കല്ലറയുടെ താക്കോലുമായി വന്നപ്പോൾ മറ്റവൻ, സ്തോത്രം, 100 ലിറ്ററാസ് അല്ലെങ്കിൽ സ്തോത്രം 100 റാത്തൽ 35 കിലോഗ്രാം സുഗന്ധ വർഗവുമായി വന്ന ഹല്ലേലൂയ. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം. അതെ, ഒരേ ഒരു രക്ഷകൻ 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ടു. Let me tell you one more time. ഒരേ ഒരു രക്ഷകൻ 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ 4 അവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തു. 4 അവന്റെ വസ്ത്രത്തെ പകുത്തെടുത്ത ആ നാളിൽ 5 പ്രധാന മുറിവുകൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. 2 കൈയിൽ 2 കാലിൽ വിലാപ്പുറത്ത് 5 പ്രധാന മുറിവുകൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഒരേ ഒരു രക്ഷകൻ 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ 4 അവൻ്റെ വസ്ത്രത്തെ പകുത്തെടുത്ത് 5 പ്രധാന മുറിവുകൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. 6 മണിക്കൂർ നേരം അവൻ ക്രൂശുമേൽ തൂങ്ങി നിന്നു. രാവിലെ 9 മണിക്കാണ് ദേവാലയത്തിൽ യാഗങ്ങൾ ആരംഭിക്കുന്നത്. കൃത്യം രാവിലെ 9 മണിക്കാണ് പരമയാഗമായി യേശു കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോഴാണ് ദേവാലയത്തിൻ്റെ പ്രധാന വാതിക്കൽ വന്ന് മഹാപുരോഹിതൻ 2 കൈകളും 2 കട്ടളക്കാലിന്മേൽ വെച്ചിട്ട് പറയുന്നത്, ടുഡേയ്സ് സാക്രിഫൈസ് ഈസ് ഓവർ. ഇന്നത്തെ യാഗങ്ങൾ അത് അവസാനിച്ചിരിക്കുന്നു. എക്സാക്റ്റ്ലി 3 മണിയായപ്പോഴാണ് 2 കരങ്ങളും ക്രൂസിന്മേൽ വിരിച്ചു കിടന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ വിളിച്ചു പറഞ്ഞത്, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. സ്തോത്രം. ഞാൻ ആവർത്തിക്കട്ടെ, ഒരേ ഒരു രക്ഷകൻ 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ ക്രൂശുമേൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ 4 സ്തോത്രം, അതെ, 4 അവന്റെ വസ്ത്രത്തെ അവർ പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. 6 മണിക്കൂർ നേരം അവൻ ക്രൂശുമേൽ തൂങ്ങി നിന്നു. 7 മൊഴികളെ അവൻ നിനക്കും എനിക്കും വേണ്ടി വിളിച്ചു പറഞ്ഞു. സ്വന്തം തോളിൽ തലചായ്ച്ച് യേശു കർത്താവ് മരിച്ചു. എന്നാൽ അവൻ നാറാൻ ആ ശിഷ്യന്മാർ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും നീയാണെങ്കിലും നമ്മുടെ ആപ്തവാക്യം ഇതാണ്, ഞങ്ങൾ നാറാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ തിങ്കളാഴ്ച യൂറോപ്പിൽ പോകണമായിരുന്നു, ഞാൻ പോയില്ല. കാരണം എനിക്ക് യൂറോപ്പല്ല വലുത്, ഈ മീറ്റിംഗ് എനിക്ക് ഭയങ്കര വലുതാ. വില കൊടുത്താ സുരേഷ് ബാബു വന്നത്. പൈസ തരല്ലേ പാസ്റ്റർ, പൈസ തരല്ലേ, ഇത് ഫ്രീ ഓഫ് ചാർജ് ആയിട്ട്, ഇതെൻ്റെ കുടുംബമായതുകൊണ്ട് പ്രസംഗിക്കാൻ വന്നതാണ്. അടുത്ത വർഷം വിളിക്കാൻ മറക്കല്ലേ. ദൈവകൃപയാൽ വളരെ താഴ്മയോടെ പറയട്ടെ, ഇതാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ എനിക്ക് തരാനുള്ള ദൂത്. ഞങ്ങൾ ഈ തലമുറയിൽ എന്ത് വന്നാലും നാറാൻ സമ്മതിക്കത്തില്ല.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വിചാരിച്ച ഇത് പറയുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്ന. കാരണം ആന്ധ്രയിലും ഛത്തീസ്ഗഡും സ്തോത്രം, തെലുങ്കാനയിലും പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കമ്മാണ് എഴുന്നേറ്റ് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ട് എന്ത് വന്നാലും ഞങ്ങൾ നാറാൻ സമ്മതിക്കത്തില്ല. എന്ത് വന്നാലും ഞങ്ങൾ നാറാൻ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എന്ത് വന്നാലും നമ്മൾ നാറാൻ സമ്മതിക്കത്തില്ല. കാരണം ഷാരോളിന്റെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ, അവൻ നാറ്റത്തെ ചുമക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ നിന്നെ ചുമക്കാനായി, അവൻ നിന്നെ സുഗന്ധത്തെ ചുമക്കാനായി അവൻ നിന്നെ വിളിച്ചിരിക്കുന്നു. എത്ര പേർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സാത്താൻ വിചാരിച്ചത്, നാട്ടുകാർ വിചാരിച്ചത് ഇവൻ നാറ്റ കേസാകുമെന്നാണ്. സ്തോത്രം. എന്നാൽ രണ്ടുപേർ വന്നു. വെറും കയ്യോടെ അല്ല അവർ വന്നത്. എന്ത് ഇവിടെ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാം, എന്ത് ഇത് ഇവിടെ നിന്ന് ഊറ്റി കൊണ്ടുപോകാം എന്ന് പറഞ്ഞല്ല അവർ വന്നത്. എങ്ങനെ ഇതിനെ നാട്ട കേസ് ആകാതെ നോക്കാം. In the name of Jesus. യേശുവിൻ നാമത്തിൽ പ്രസംഗം കഴിഞ്ഞു. സിമ്പിൾ ദൂത്. പച്ചവെള്ളമായി കാണാം. സ്തോത്രം. ലൈറ്റ് ആയിരിക്കും. നോ പ്രോബ്ലം. കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ സന്നിധി നിലവിളിച്ച് പറഞ്ഞാട്ടെ, അതേ കർത്താവേ, എന്ത് വന്നാലും ഞാൻ നാറാൻ സമ്മതിക്കത്തില്ല. ഒരേ ഒരു ജീവിതം. ഞാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ, എൻ്റെ ഭാവി, ഞാൻ, എൻ്റെ ജീവിതം നാറാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുക. ഏത് തീയിലൂടെ പോയാലും, ഏത് വെള്ളത്തിലൂടെ പോയാലും, ഏത് വെല്ലുവിളിയിലൂടെ പോയാലും, സ്തോത്രം, ഞങ്ങളെടുത്ത ഒരു പുസ്തകമുണ്ട്, അതിനൊരു സ്റ്റാൻഡേർഡുണ്ട്. ഞങ്ങളെടുത്തൊരു പുസ്തകമുണ്ട്, അതിനൊരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുക. സ്തോത്രം. കുറച്ച് കുന്തിരിക്കമായിരിക്കുക. ആ കുന്തിരിക്കത്തെടുത്ത് തീയിലിട്ടാൽ, ആ കുന്തിരിക്കത്തെടുത്ത് തീയിലിട്ടാൽ ആ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം പുറത്തു വരുന്നത് പോലെ ഏത് തീയിലൂടെ പോയാലും, ഏത് മരുഭൂമിയിലൂടെ പോയാലും, ഏത് തിന്മയിലൂടെ പോയാലും ഞങ്ങൾ നാറ്റം ചുമക്കുന്നവരല്ല, ഞങ്ങളങ്ങനെ മഹത്വം ചുമക്കുന്നവരായിരിക്കുക. അങ്ങനെ പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. അങ്ങനെ പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. പ്രസ്ബിറ്റർ എനിക്ക് തന്ന 10 മിനിറ്റ് കൂടെ ഇനി മുന്നിലുണ്ട്. ആ കൈ ഉയർത്തിയവർ മുന്നിൽ നിൽക്കരുത്. 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. മുന്നിലേക്ക് വന്നാട്ടെ. വരിക മുന്നിലേക്ക്. കർത്താവേ, ഈ തലമുറയിലെങ്കിടെ സ്തോത്രം മഹത്വത്തെ ഞാൻ ചുമക്കട്ടെ. വരിക മുന്നിലേക്ക്, വരിക മുന്നിലേക്ക്, വരിക മുന്നിലേക്ക്, വരിക, വരിക, വരിക മുന്നിലേക്ക്, വരിക മുന്നിലേക്ക്. സഹോദരിമാർ വന്നേ. ഈ ദൂത് ഏറ്റെടുക്കുന്നവർ മാത്രം മുന്നിൽ വന്നാൽ മതി. താങ്ക് യു ജീസസ്. വരിക മുന്നിലേക്ക്. ഈ ദൂത് ഏറ്റെടുക്കുന്നവർ മാത്രം വന്നാൽ മതി. ബാക്കിയുള്ളവർ അവിടെ നിന്നാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി സ്തോത്രം. യേശു കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതം ഒരു നാറ്റമല്ല, എൻ്റെ ജീവിതം ഒരു മഹത്വമായി തീരണം. ഞാൻ നാറ്റ കേസല്ല, കർത്താവിൻ്റെ സുഗന്ധം ഞാൻ ചുമക്കുന്നവനാകണമെന്ന് പറയുന്നവർ സ്തോത്രം. കം ടു ദ ഫ്രണ്ട് റൈറ്റ് നൗ. വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. സി മേജർ മോനെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. വരിക മുന്നിലേക്ക്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ആ പിന്നിൽ നിൽക്കുന്ന എല്ലാ വിഐപികളും ആ പിന്നിൽ നിൽക്കുന്നവർ ദയവായി മുന്നിൽ വന്ന് ഈ സഹോദരങ്ങളോടുകൂടെ മുന്നിൽ വന്ന് എന്ന് പ്രാർത്ഥിച്ച് വരിക മുന്നിലേക്ക്. എല്ലാവരും സ്തോത്രം. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും വരിക മുന്നിലേക്ക്. അക്കസേരകളെ വിട്ട് കം ടു ദ ഫ്രണ്ട് റൈറ്റ് നൗ. വരിക. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. ഒരിക്കൽ കൂടെ. അർഹിക്കാത്ത നന്മകൾ. ഇനി കരങ്ങളെ ഉയർത്തി.
എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പണത്തോടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവിനോട് പറഞ്ഞാണ്, ഞാൻ നാറുന്നവനല്ല, പകരം ഞാൻ ചുമക്കുന്നവനാണ്. ഞാൻ മഹത്വത്തെ ചുമക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരത്തിൽ ഞാൻ ഇതാ ഇട്ടു തരുന്നു. കമാൺ, അങ്ങനെ പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ, അങ്ങനെ പറയുന്നവരുടെ ശബ്ദം ഉയരട്ടെ, അങ്ങനെ പറയുന്നവരുടെ സ്തുതി ശബ്ദം ഉയരട്ടെ, അങ്ങനെ പറയുന്നവരുടെ ആരാധന ഉയരട്ടെ. ആ പിന്നിൽ നിൽക്കുന്നവർ, ഓൺലൈൻ വാച്ച് ചെയ്തവർ, കമാൺ ശബ്ദം ഉയർത്തി ശക്തിയോടെ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ദൈവം അതിനെ നിറയ്ക്കുന്നു, ദൈവം അതിനെ നിറയ്ക്കുന്നു. കർത്താവചനം നിറയ്ക്കുന്നു, കർത്താവചനം നിറയ്ക്കുന്നു, കർത്താവചനം നിറയ്ക്കുന്നു, നിറയ്ക്കുന്നു, നിറയ്ക്കുന്നു. യെസ് യെസ്, പുതിയൊരു നിറവിലേക്ക് ഇന്ന് രാത്രി ദൈവജനം മാറ്റപ്പെടട്ടെ. പുതിയൊരു നിറവിലേക്ക് ഇന്ന് രാത്രി ദൈവജനം ഏൽപ്പിക്കപ്പെടട്ടെ. പുതിയൊരു നിറവിനായി ഇന്ന് രാത്രി ദൈവജനം ഏൽപ്പിക്കപ്പെടട്ടെ. Come on, touch them, oh God, touch them. നിറയ്ക്കും, നിറയ്ക്കും, നിറയ്ക്കും കർത്താവേ. നിന്നെ നാറ്റ കേസാക്കിയവരുടെ നടുവിൽ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ അവഹേളിച്ചവരുടെ നടുവിൽ ഒരു സുഗന്ധമാക്കി ഈ നാടുകളെ ദൈവം തീർക്കുവാൻ പോകുകയാണ്. നിന്റെ നാറ്റങ്ങൾക്കെല്ലാം ഒരു മാറ്റം, നിന്റെ നാറ്റങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഇന്ന് രാത്രി കർത്താവ് കൽപ്പിക്കുന്നു. ഏറ്റെടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അന്തരീക്ഷങ്ങൾ മാറുന്നു, അവസ്ഥകൾ മാറുന്നു. കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി വിശ്വസിക്കുന്നവരെ ഇതിനകത്ത് കർത്താവ് ഇതാ പകർന്നുകൊണ്ടിരിക്കുന്നു. Receive that in Jesus' name. जमाना हम प्रभु जगदरे नमस्सी लेखमन रघुनियां शंसय जनानि शम धुले नमौदि दिविकमश्वसी
എല്ലാ കണ്ണുകളെ അടച്ച് എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെ തീരുമാനിച്ച് യഥാർത്ഥ ഒരു ശിഷ്യന്റെ ഹൃദയ സ്പന്ദനം. എനിക്ക് എന്തൊക്കെയോ ദൈവം തന്നു, എത്രയോ താലന്തുകൾ, എത്രയോ സ്വാധീനങ്ങൾ, എന്തൊക്കെയോ ധനങ്ങൾ, സമ്പാദ്യങ്ങൾ. ഒന്നും എനിക്കല്ല. ഇതിന് സുഗന്ധമായി ക്രിസ്തു ശരീരത്തിൻ്റെ, ദൈവസഭയുടെ ക്രിസ്തു ശരീരത്തിന് സുഗന്ധമായി ഇത് മാറിയേ തീരത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് അത് ചെയ്യുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണോ അങ്ങ് നൽകുന്നത്, എന്താണോ അങ്ങ് നൽകിയത്, നൽകാൻ പോകുന്നത്, എന്താണോ നൽകിയത്, നൽകാൻ പോകുന്നത്, സകലതും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് എന്ന് പറയുന്നവർ ശബ്ദം ഉയർത്തിക്കേ. ദാവീദിനേക്കാൾ, ശലോമോനേക്കാൾ, ആസാ രാജാവിനേക്കാൾ ഏറ്റവും നല്ല അടക്കം യേശു കർത്താവിന് നിക്കോദീമോസും അരിമത്ഥ്യയിലെ യോസേഫും രഹസ്യ ശിഷ്യന്മാർ നൽകി. രാത്രി കരങ്ങളെ ഉയർത്തി പത്തനാപുരം അസംബ്ലീസ് ഗോഡിന്റെ സെക്ഷനിൽ, പത്തനാപുരം അസംബ്ലീസ് ഗോഡ് സെക്ഷനിൽ ചില രഹസ്യ ശിഷ്യന്മാരുണ്ട്. അവർക്ക് വേണ്ടിയത് ചെയറല്ല, അവർക്ക് വേണ്ടിയത് പരസ്യമല്ല, അവർക്ക് വേണ്ടിയത് മറ്റേതോ കാര്യാദികളല്ല. അവർ പറയും, ഞങ്ങളത് നാറുവാൻ സമ്മതിക്കുകയില്ല, ഞങ്ങളത് നാറുവാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ശരീരമാകുന്ന സഭയിൽ ഉയർപ്പിന്റെ സ്വാധീനം, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. രാത്രി ഇപ്പോൾ തന്നെ ആരൊക്കെ കർത്താവ് തൊടുന്നു, എല്ലാ രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അടിയുകയാണ്. രാത്രി ഈ ശരീരത്തിൽ, ഈ ശരീരങ്ങളിൽ സൗഖ്യമുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്നു, സ്തോത്രം പറഞ്ഞേ. എല്ലാ ആർത്രൈറ്റീസിന് ഇറങ്ങിപ്പോകാം, എല്ലാ ട്യൂമറുകൾക്ക് വിട്ടുപോകാം, എല്ലാ അനാവശ്യമായ ഫൈബ്രോയിഡുകൾക്ക് ഇറങ്ങിപ്പോകാം. പിതാവ് നട്ടിട്ടില്ലാതെ ഈ ശരീരങ്ങളിൽ കിടക്കുന്ന സകല രോഗക്കെട്ടുകൾക്ക് സകല നാമത്തിന് മേലായ നസ്രേയ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാം. അത്ഭുതങ്ങൾ വിശ്വസകർത്താവേ, എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. എല്ലാ രോഗാത്മാവിന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അസ്ഥികളിൽ, മാംസത്തിൽ, ത്വക്കിൽ, ഞരമ്പിൽ, രക്തത്തിൽ, ഉച്ചം ധനം മുതൽ പാദം വരെയുള്ള സകല രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സൗഖ്യമാകും. ബലഹീനതകൾ മുഴുവൻ മാറട്ടെ. ദൈവിക ബലം വ്യാപരിക്കട്ടെ. ദൈവിക വിടുതലായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം. സൗഖ്യമാക്കുന്ന അങ്ങയുടെ ശക്തിയെ നിന്റെ ജനത്തിന്മേൽ അവിടെ നയിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞ ഒരു സെന്റൻസ് പറഞ്ഞില്ലെങ്കിൽ ഈ ദൂത് ഇൻകംപ്ലീറ്റ് ആണ്. യോസെഫിനില്ലാത്തത്, അരിമത്ഥ്യയിലെ യോസെഫിനില്ലാത്തത് നിക്കോദീമോസിനുണ്ടായിരുന്നു. നിക്കോദീമോസിനില്ലാത്തത് അരിമത്ഥ്യയിലെ യോസെഫിന് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. നിങ്ങൾക്കില്ലാത്തത് ദൈവം തരുന്ന ഏതോ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. എവരി റോങ് റിലേഷൻ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ദൈവമില്ലാത്ത ബന്ധങ്ങൾ തകർക്കപ്പെട്ടിട്ട് ചില ശുശ്രൂഷകളുമായി ചില കണക്ഷൻ ദൈവം നിങ്ങൾക്ക് തരാൻ പോവാ. കമാൺ, ചില ദൈവദാസന്മാരുമായി ചില കണക്ഷൻ കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവാ. ഒരിക്കൽ കൂടെ, ചില ശുശ്രൂഷകളുമായി ദൈവം നിങ്ങൾക്ക് കണക്ഷൻ തരാൻ പോവാ. ചില ശുശ്രൂഷകളുമായി ദൈവം നിങ്ങൾക്ക് കണക്ഷൻ തരാൻ പോവാ. നിങ്ങൾക്കില്ലാത്തത് അവർക്കുണ്ട്, അവർക്കില്ലാത്തത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മധ്യത്തിൽ കർത്താവുണ്ട്. യോശുവയും കാലേബും പോലെ, രൂത്തും ബോവസും പോലെ, പൗലൂസും തിമോത്തിയോസും പോലെ ഈ തലമുറയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ നിർത്തി. സഭാചരിത്രം പറയുന്നു, ബൈബിളിലല്ല. നിക്കോദീമോസ് സെൻഹദ്രീൻ സംഗതം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു.
യോഹന്നാന്റെയും പത്രോസിന്റെയും കീഴിൽ, അല്ലെങ്കിൽ പത്രോസിന്റെയും യോഹന്നാന്റെ കീഴിൽ അവൻ സ്നാനപ്പെട്ടു. സഭാചരിത്രം പറയുന്നു, യഹൂദിയ ദേശത്തിൽ അവൻ വിശ്വസ്ത സാക്ഷിയായിരുന്നു. നിക്കോദീമോസ് കൂടെ കൂടെ തൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് പറയുമായിരുന്നു, ഏറ്റവും നല്ല അടക്കം ആസാ രാജാവിൻ്റെ അടക്കത്തെക്കാൾ 100 റാത്തൽ 35 കിലോഗ്രാം ഉള്ളതായ സുഗന്ധവർഗമിട്ട് ഏറ്റവും നല്ല അടക്കം ഞാൻ നമ്മുടെ രാജാതി രാജാവിനാണ് കൊടുത്തത്. അതുകൊണ്ട് നിക്കോദീമോസ് പറയുമായിരുന്നു കൂടെ കൂടെ, ഞാൻ മരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ അടക്കവും എനിക്ക് തരല്ലേ. പണ്ട് സ്തേഫാനോസിനെ അടക്കിയില്ലേ? പണ്ട് സ്തേഫാനോസിനെ അടക്കിയതുപോലെ ഒരു സാധാരണ അടക്കം മാത്രം നിങ്ങൾ എനിക്ക് നൽകിയാട്ടെ. നോട്ട് ഇൻ ദ ബൈബിൾ, വേദപുസ്തകത്തിലല്ല, സഭാചരിത്രം പറയുന്നു നിക്കോദീമോസിന് ഒരു സാധാരണ അടക്കം നൽകി. പക്ഷെ പൗലോസ് പറയുന്നു, നല്ലൊരു ഉയർപ്പ് പ്രാപിക്കേണ്ടതിന് കാഹളം ധരിക്കും, മരിച്ചവർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പേർ വിളിക്കും ദിവസത്തിൽ നിക്കോദീമോസിന്റെ പേർ വിളിക്കണം. അന്ന് കർത്താവ് പറയുന്നു, നാറാതവണ്ണം എൻ്റെ ബോഡിയെ ടേക്കേറിയതാ, നാറാതവണ്ണം എൻ്റെ ശരീരത്തെ എടുത്ത് സുഗന്ധവർഗത്തിൽ ചുറ്റി കല്ലറയിൽ വെച്ച നിക്കോദീമോസും അരമത്തയിലെ യോസേഫും. സ്തോത്രം. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് 10 മിനിറ്റെങ്കിലും മുട്ടുമടങ്ങണം. ദൈവത്തോട് പറയണം, എനിക്കത് ചെയ്യണം. ഇന്ത്യൻ ചർച്ചിൽ എനിക്കത് ചെയ്യണം. പേരല്ല, പ്രസിദ്ധിയല്ല, യൂട്യൂബ് ചാനലല്ല, കുറച്ച് വിദേശ യാത്രയല്ല. സ്തോത്രം. നാറാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു പരസ്യ കോരമാകാൻ ശ്രമിക്കുന്ന പരസ്യ ശിഷ്യനല്ല. ഞാൻ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുന്ന ഒരു രഹസ്യ ശിഷ്യനത്രേ. 2 കരങ്ങളെ അടിച്ച കർത്താവിനെ മാത്രം മഹത്വം കൊടുത്താണ്. എല്ലാവരും അതാത് സ്ഥാനത്ത് നിന്നിരിക്കാമോ? ഇന്ന് രാത്രിയിൽ നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തമായി ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. രാത്രി ഇരുട്ടുള്ളപ്പോൾ കടന്നു വന്ന നിക്കോദീമോസിനെ പരസ്യമായി അനുഗ്രഹിച്ചവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആരും കാണാതെ രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥനയുടെ മുമ്പിൽ കർത്താവ് നമ്മെ പരസ്യമായി അനുഗ്രഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കരുത്തിൽ നമ്മെ ഏൽപ്പിക്കാം. പ്രതിയാൽ കർത്താവിൻ്റെ ദാസന് ഇന്നത്തെ ശുശ്രൂഷയും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന യാത്രയിലുമൊക്കെ ദൈവ സാന്നിധ്യം ഇരിപ്പാൻ സ്വർഗം സഹായിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ജനം കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളടച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പുനലൂർ വെസ്റ്റ് സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ പ്രിൻസ് മാത്യു മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ വൈ തോമസ് ആശീർവാദം പറയുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടുത്തെ മക്കൾ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചൊരുങ്ങിയ ഈ കൺവെൻഷൻ്റെ ആദ്യ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവം ഇടയാക്കിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ ഞങ്ങളെ വളരെ ശക്തമായി അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ, ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ആഴ്ന്നിറങ്ങേണ്ടതിനായി അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു.
മാറ്റമില്ലാത്ത ആ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യേണ്ടതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. താവേ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിലപിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്ന, അനുദപിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്ന ഒരു തലമുറ ഈ ദിവസങ്ങളിൽ കൺവെൻഷൻ മൂലം കർത്താവെ വളർന്നു വരുവാൻ, ഉയർന്നു വരുവാൻ ദൈവം സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില രഹസ്യ ശിഷ്യന്മാരെ പരസ്യ ശുശ്രൂഷകന്മാരാക്കി അവിടുത്തെ വേലയ്ക്കായി ദൈവം നിയോഗിച്ചതുപോലെ ഈ കൺവെൻഷനിൽ ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന രാത്രികളാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ അനേക ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റണമേ. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ ഈ കൺവെൻഷൻ ഉതകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മരിച്ച് 4 നാളായ ലാസറിന്റെ കല്ലറയതിലാഗതനായി ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചു പറഞ്ഞ് മാർത്തയുടെയും മറിയയുടെയും കണ്ണീരൊപ്പി ആശ്വസിപ്പിച്ചവനായ കർത്താവേ, നൈനിൽ വിധവയുടെ ഏകമകനെ ശവപ്പെട്ടിയിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവേ, യായിറോസിന്റെ മകളെ മരണക്കിടക്കയിൽ നിന്ന് വിളിച്ചുണർത്തിയ ദൈവമേ, ഈ രാത്രികളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്താൽ അനേകർ സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ദൈവമോടൊന്ന് ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സെക്ഷനായി സ്തോത്രം. ഇന്ന് രാത്രി അധ്യക്ഷനായിരിക്കുന്ന പ്രത്യേകിച്ച് പൊന്നച്ചൻ പാസ്റ്റർക്കായി, ഈ സെക്ഷനിലെ പ്രസ്ബിറ്ററായിരിക്കുന്ന വൈ തോമസ് പാസ്റ്റർക്കായി, ശുശ്രൂഷകന്മാർക്കായി, ദൈവമക്കൾക്കായി, ഇന്ന് രാത്രി കടന്നു വന്ന ദൈവജനത്തിനായി, വരും ദിവസങ്ങൾ നടക്കുന്ന യോഗത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു. മാനവും മഹത്വവും കർത്താവ് തന്നെ എടുക്കണം. പ്രാർത്ഥന ഇടിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.